കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. സക്സസ് സ്റ്റോറി ഇന്നുള്ളത് ഒരു IAS-കാരനോടൊപ്പമാണ്. സർക്കാർ സർവീസിൽ ഓഡിറ്ററായി കയറുക, 35 വർഷത്തെ സേവനം, 15 വർഷം വ്യത്യസ്ത മേഖലകളിൽ, 20 വർഷം IAS-കാരനായി നമ്മുടെ ഏറ്റവും പ്രകൃതി രമണീയമായ വയനാടിൻ്റെയും ആലപ്പുഴയുടെയും ഇടുക്കിയുടെയും ശക്തൻ തമ്പുരാൻ്റെ മണ്ണായ തൃശ്ശൂരിൻ്റെയും ജില്ലാ കളക്ടറായി നമ്മളെപ്പോഴും അത്ഭുതത്തോടെ കാണുന്ന ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ കാവൽക്കാരനായി. പത്മനാഭ സ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇന്നും എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര സമ്പത്തടങ്ങിയ നിലവറകളുള്ള ആ സ്ഥാപനത്തിൻ്റെ 3.5 വർഷത്തെ കാവൽക്കാരൻ, ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ, മലബാറിലെ ടൂറിസം രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചാൽ പറഞ്ഞാൽ തീരാത്തത്ര ജീവിതത്തിൽ തൻ്റെ ഔദ്യോഗിക കാലഘട്ടത്തിൽ കയ്യൊപ്പുകൾ പതിപ്പിക്കുകയും എപ്പോഴും പിൻസീറ്റ് ഡ്രൈവിംഗ് മാത്രം മുൻനിരയിൽ നിന്ന് വന്ന് താൻ ചെയ്ത പദ്ധതികൾ വാതോരാതെ പറയാതെ നിശബ്ദനായി കേരളത്തിൻ്റെ സമഗ്ര വികസന പദ്ധതികൾക്ക് പിന്നിലും ചുക്കാൻ പിടിച്ച വി രതീശൻ IAS. അദ്ദേഹമാണ് ഇന്ന് സക്സസ് സ്റ്റോറിയിൽ നമ്മോടൊപ്പം ചേരുന്നത്. കണ്ണൂരുകാരനാണ്, പിണറായി സ്വദേശിയാണ്. പിണറായി സ്വദേശി എന്ന പിണറായിക്കാർക്കൊരു പ്രത്യേകതയുണ്ട്, നമ്മളെ ഭരിക്കുന്നത് പിണറായി വിജയനാണ്. ആ മണ്ണിൽ നിന്ന് കേരളത്തിൻ്റെ സർക്കാർ സംവിധാനത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്ന് ഓഡിറ്ററായി ജീവിതം തുടങ്ങി ഹെൽത്ത് സെക്രട്ടറിയായി വിരമിച്ച വി രതീശനിലൂടെയാണ് ഇന്നത്തെ സക്സസ് സ്റ്റോറിയുടെ യാത്ര. നമുക്ക് വി രതീശനെ സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം ചെയ്യാം. വി രതീശൻ, താങ്കൾക്ക് സക്സസ് സ്റ്റോറിയിലേക്ക് ഏറെ ഹൃദ്യമായ സ്വാഗതം. പ്രിയ പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. നമുക്ക് രതീശനിലൂടെ ഒന്ന് സഞ്ചരിക്കാം, കടന്നു പോകാം. നമ്മൾ സക്സസ് സ്റ്റോറി എപ്പോഴും ഈ ജീവിതത്തിൽ കയ്യൊപ്പ് പതിച്ച മനുഷ്യന്മാർക്കുണ്ട്. ഇപ്പോൾ IAS-കാർ വന്നിട്ടുണ്ട്, IPS-കാർ വന്നിട്ടുണ്ട്, മന്ത്രിമാർ വന്നിട്ടുണ്ട്, മുൻ മന്ത്രിമാർ വന്നിട്ടുണ്ട്, വ്യത്യസ്ത മേഖലകളിലുള്ള MP-മാർ, അങ്ങനെ പ്രഗത്ഭരായ താങ്കളെ തേടി വരുന്നത് തന്നെ വളരെ യാദർച്ഛികമായിട്ട് റെയ്ഡ്കോയുടെ ചെയർമാൻ M. സുരേന്ദ്രനാണ് താങ്കളെക്കുറിച്ച് ഞങ്ങളോട് പറയുന്നത്. താങ്കളെ അറിയാം, ഇങ്ങനെ ഒരു IAS-കാരനുണ്ടെന്ന് അറിയാം. താങ്കൾ ചെയ്ത വഴികളെക്കുറിച്ച്, താങ്കളിപ്പോൾ റെയ്ഡ്കോയുടെ CEO ആയി ജോലി ചെയ്യുകയാണ്, ഇങ്ങനൊരു മനുഷ്യനുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് താങ്കൾ തേടി വന്നത്. ശരിക്കും താങ്കൾ ജനിച്ചത് പിണറായി തന്നെയാണോ? ഞാൻ പിണറായി എവിടെയാണ് ശരിക്കും? വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലം. പിണറായിയും ധർമ്മടവും തമ്മിലുള്ള ഒരു ബോർഡർ, അഞ്ചരക്കണ്ടി പുഴ ഒഴുകുന്നുണ്ടല്ലോ. ആ അഞ്ചരക്കണ്ടി പുഴ ഒഴുകുന്നതിൻ്റെ തീരത്ത് വയലേലകളുണ്ട്, വളരെ വീതി കുറഞ്ഞ വയലേലകൾ. അതുപോലെ പുഴ തീരങ്ങളുമുണ്ട്. ആ പുഴത്തീരത്ത് തന്നെയാണ് എൻ്റെ ജന്മം. താങ്കളുടെ ഒരു കവിഹൃദയമുണ്ട്, ജയകുമാർ സാറിനെ പോലെ വരികൾ പറയുമ്പോൾ അത് ഭംഗിയായി തന്നെ പറയുന്നുണ്ട്. മാതാപിതാക്കളൊക്കെ കൃഷി ആയിരുന്നു. എൻ്റെ അച്ഛൻ്റെ പേരെന്തായിരുന്നു? കക്കോത്ത് നാണു എന്നാണ് എൻ്റെ അച്ഛൻ. കക്കോത്ത് നാണു. ഈ കക്കോത്ത് രാജന്റെ ഒക്കെ ബന്ധുവാണോ? ആണ്. അതേ തറവാട്ടിലാണ് പഴയ പഞ്ചായത്ത് പ്രസിഡന്റും പീക്കോസിന്റെ ചെയർമാനൊക്കെ ആയിരുന്ന കക്കോത്ത് രാജൻ വളരെ സജീവമായി മുഖ്യമന്ത്രിയോടൊപ്പം നിഴലായി കാണുന്ന ഒരു മനുഷ്യനാണ്. അത് ബന്ധുവാണ്. അപ്പോ കക്കോത്ത് രാജന്റെയും അമ്മയുടെ പേര് രോഹിണി. എത്ര മക്കളായിരുന്നു നിങ്ങൾ? ഞങ്ങൾ 5 പേരാണ്. നിങ്ങൾ എത്രാമത്തെ ആളാണ്? രണ്ടാമത്തെ ആളാണ്. ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യും? ബാക്കിയുള്ളവര് 3 പേര് ഗൾഫ് റിട്ടേണീസ് ആണ്. നിങ്ങൾ എത്രാമത്തെ ആളാണ്? രണ്ടാമത്തെ ആള്. 3 4 എല്ലാവരും ആൺകുട്ടികളാണോ? 4 ആൺകുട്ടികളും ഏറ്റവും ഇളയത് ഒരു പെണ്ണും. സിവിൽ സർവീസിൽ നിങ്ങൾ മാത്രമാണോ? സിവിൽ സർവീസ് ഞാൻ. ബാക്കി എല്ലാവരും. നിങ്ങളുടെ പ്രാഥമിക വിദ്യാഭ്യാസം എവിടെയായിരുന്നു? ഞാൻ പിണറായി തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് തൊട്ടുള്ള ഒരു LP സ്കൂളുണ്ട്, സാധാ സർക്കാർ വിദ്യാലയം, എയ്ഡഡ് സ്കൂൾ. എൻ്റെ അമ്മയുടെ അച്ഛനെല്ലാം കൂടി വളരെയധികം താല്പര്യമെടുത്ത് ഉണ്ടാക്കിയ ഒരു സ്കൂളാണ്. കുടുംബവക സ്കൂൾ തന്നെയാണ്. കുടുംബവകയല്ല, നിങ്ങളുടെ മുൻകൈയിൽ എടുത്ത അമ്മയുടെ അച്ഛനൊക്കെ മുൻകൈയിൽ എടുത്ത. അച്ഛനും അമ്മയും കൃഷിക്കാരായിരുന്നു. കൃഷി ബാക്ക്ഗ്രൗണ്ടാണ്, കാർഷിക പശ്ചാത്തലമുള്ള കുടുംബമാണ്. അവിടെയാണ് പ്രാഥമിക വിദ്യാഭ്യാസം. അത് കഴിഞ്ഞ്
അത് കഴിഞ്ഞ് പിണറായിയിലെ മറ്റൊരു സ്കൂളിൽ UP സ്കൂൾ, അത് കഴിഞ്ഞ് പാലയാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. അവിടെയൊക്കെ വളരെ പിന്നോക്കമാണല്ലോ ഒരു കാലത്തൊക്കെ. വളരെ പിന്നോക്കമാണ്. ഞാൻ MA വരെ പഠിക്കുന്ന സമയം വരെയും ഇലക്ട്രിസിറ്റി എത്താത്ത ഒരു പ്രദേശമായിരുന്നു. MA വരെ ഇലക്ട്രിസിറ്റി എത്താത്ത ഒരു ഗ്രാമത്തിലാണ്. മണ്ണെണ്ണ വിളക്കിന് മുമ്പിൽ ഇരുന്നിട്ടാണ് അത്യാവശ്യം കിട്ടുന്ന ബുക്കുകളുടെ എണ്ണം വളരെ പരിമിതമാണ്. എന്താണ് ഈ പ്രൈമറി വിദ്യാഭ്യാസ കാല ഓർമ്മകളൊക്കെ, അന്നത്തെ വിദ്യാഭ്യാസ രീതികൾ? പ്രൈമറി വിദ്യാഭ്യാസ കാലത്തെ കുറിച്ച് ഓർക്കുമ്പോഴേ അന്നൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. നേരത്തെ പിടിച്ച് സ്കൂളിലാക്കുക. കാരണം 3-4 പേരുണ്ടാകും, കുരുത്തക്കേട് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സ്കൂളിലുള്ള ഉച്ചഭക്ഷണമൊക്കെ ഉണ്ടാകും, അതൊക്കെ അതിന്റെ ഭാഗം. അന്ന് ദാരിദ്ര്യം നന്നായിട്ടുണ്ട്. അന്ന് പൈസ ഉള്ളവർക്ക് പോലും ഭക്ഷണ വസ്തുക്കൾ അരിയോ പലപ്പോഴും പല വർഷങ്ങളിലും പലപ്പോഴും ഇങ്ങനെയുള്ള സിറ്റുവേഷൻ അഭിമുഖീകരിച്ചിട്ടുണ്ട്. പട്ടിണി ആലോചിച്ചു കഴിഞ്ഞാൽ പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അത് പലപ്പോഴും ഇൻകത്തിന്റെ ജോലി എടുത്തു കഴിഞ്ഞാൽ വേണ്ടത്ര ഇൻകം കിട്ടാത്ത അവസ്ഥ, വേണ്ടത്ര ജോലി ഇല്ലാത്ത അവസ്ഥ. അന്ന് അങ്ങനെയുള്ള ഒരു ചുറ്റുപാടിലാണ്. സ്കൂളിലേക്കൊക്കെ പോകുന്നത് എങ്ങനെയാണ്? സ്കൂളിൽ പോകുക എന്ന് പറയുമ്പോൾ പഠിക്കാന്നല്ല, ഒരു പാർട്ട് ടൈം ആയിട്ടുള്ള ഒരു എൻഗേജ്മെന്റ്, അതാണ് സ്കൂൾ. ഇല്ല. അന്ന് പലവരും പോകുമ്പോൾ എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക്, എന്തിനാണ് പഠിക്കുന്നത്, ജോലിയൊന്നും കിട്ടുമെന്നില്ല അന്നത്തെ എല്ലാവരോടും ചോദിക്കുന്നത്. അത്രയും ബാക്ക്വേർഡ് ആയിട്ടുള്ള പ്രദേശത്ത് ആരെങ്കിലും മോഡലായി കാണിക്കാൻ ആരും ഒന്നും ഇല്ലാതില്ല ഒരു സിറ്റുവേഷൻ. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് വളർന്നു വരുന്നത്. മാതൃഭൂമി പേപ്പർ വായിക്കാൻ കിട്ടും. മാതൃഭൂമിയുടെ അമ്മയുടെ അച്ഛനൊക്കെ സ്വാതന്ത്ര്യ സമരത്തിൽ ഇത്തിരി പശ്ചാത്തലമുണ്ട്. അപ്പോൾ മാതൃഭൂമിയുടെ ഒക്കെ അത് അന്ന് കിട്ടും, സബ്സ്ക്രൈബ് ചെയ്തു. പിന്നെ ഒരു വായനശാലയുണ്ട്, അവിടെ ദേശാഭിമാനി വായിക്കാൻ കിട്ടും. അവിടെ ഇത്രയാണ് വായനയുടെ പരമാവധി. ഒരു ലോകം അതാണ്. ഈ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് മറക്കാനാവാത്ത സങ്കടങ്ങൾ എന്തെങ്കിലും ഓർമ്മയിൽ പറയാനുണ്ടോ? നമുക്കൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ ചില സംഭവങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകില്ല. ഇന്നത്തെ തലമുറയ്ക്ക് അത് കേൾക്കുമ്പോൾ ചിലപ്പം ഒരിക്കലും ആലോചിക്കാൻ പോലും പറ്റാത്ത സങ്കടങ്ങൾ പലരും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേക ഇൻസിഡന്റില്ലേ പോലും മൊത്തത്തിലുള്ള പശ്ചാത്തലം പറയുമ്പോൾ തന്നെ വളരെ സങ്കടകരമായിട്ടുണ്ട്. എന്റെ മാത്രമല്ല, മറ്റുള്ള ഇപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോൾ ലോകം എത്രമാത്രം മാറിയിട്ടുണ്ട്. വസ്ത്രം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വേണ്ടത്ര ഉണ്ടായിട്ടില്ല. യൂണിഫോം ഇല്ല. അത് മാത്രമല്ല, ഇൻട്രോവേർട്ട് ആകാൻ ഞാൻ പറഞ്ഞില്ല നേരത്തെ, ക്യാമറയെ അഭിമുഖീകരിക്കുക എന്ന് പറയുന്നതൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യം. സംസാരിക്കാൻ പോലും വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യം ഇൻട്രോവേർട്ട്. പലപ്പോഴും ജീവിത പശ്ചാത്തലമായിരിക്കാം, അങ്ങനെയുള്ള ഒരു മൂശയിലേക്ക് കൂടിയാണ് നമുക്കുള്ള ട്രെയിനിങ് കിട്ടിയിരിക്കുന്നത്. ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കഴിവൊന്നും പുറത്തിയാടാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നില്ല. ഏതെങ്കിലും ആളോട് സംസാരിക്കാനുള്ള സാഹചര്യം പലപ്പോഴും നമ്മൾ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലൂടെയാണ് കടന്നുപോയത്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ പ്രീ ഡിഗ്രി എവിടെയാണ്? പ്രീ ഡിഗ്രി ബ്രണ്ണൻ കോളേജിലായിരുന്നു. അവിടെ ഡിഗ്രി വരെ ബ്രണ്ണൻ കോളേജ്. അത് കഴിഞ്ഞ് PG കണ്ണൂർ എസ് എൻ കോളേജ് വിദ്യാഭ്യാസ കോളേജ് വിദ്യാഭ്യാസ കാലം എത്രയും നേരത്തെ വീട്ടിലെത്താനുള്ള വാഞ്ചയാണ്. കാരണം പർച്ചേസിംഗ് പവർ, എന്തെങ്കിലും ചെലവഴിക്കാനോ ഒന്നുമില്ല, ഒരു എന്റർടൈൻമെന്റിന് പോകാനോ ഉള്ള കീശ ഇല്ലാതെ കൊണ്ട് വിശക്കുന്നു. വീട്ടിലെത്തി കഴിഞ്ഞാൽ ലഞ്ച് വീട്ടിൽ നിന്ന് തന്നെ ആക്കാന്നുള്ളത് കൊണ്ട് മറ്റേ ഹോട്ടലിനെ ആശ്രയിക്കുന്നതിനെ കുറിച്ചൊന്നും ആലോചിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമായിരുന്നു. മാതാപിതാക്കളുടെ അന്നത്തെ ഒരു അവസ്ഥ, നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അന്നത്തെ ഒരു അവസ്ഥ എന്താണ്? കാരണം ഇന്നത്തെ മാതാപിതാക്കൾ മക്കളെ കൊണ്ട് നടക്കുന്നത് അമൂൽ ബേബികളെ പോലെയാണ്. പക്ഷെ താങ്കളുടെയും താങ്കളുടെ സഹോദരങ്ങളുടെയും ഓർമ്മകളിലൂടെ സഞ്ചരിക്കും. പക്ഷെ നമ്മളൊക്കെ ഒരു ഇൻഡിവിജ്വാലിറ്റി, അച്ഛനും അമ്മയുടെ ആ സിറ്റുവേഷൻ ഒക്കെ മനസ്സിലാക്കാൻ നമുക്ക് കഴിവുണ്ട്. അന്ന് വേണ്ടത്ര ഇൻകം ഇല്ല, അധ്വാനിച്ചു കഴിഞ്ഞാലും വേണ്ടത്ര വരുമാനം ഇല്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അങ്ങനെ അന്നും അത് തോന്നാറുണ്ട്, കഷ്ടപ്പെടുന്നുണ്ടല്ലോ അച്ഛനമ്മയെ നമ്മളെ ജീവിപ്പിക്കാൻ വേണ്ടി, നമ്മളെ വളർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് അന്നത്തെ ചുറ്റുപാടിൽ അതേ കഴിയുമായിരുന്നു. എന്തായിരുന്നു ഭക്ഷണം അന്ന്? ഭക്ഷണം മെയിൻലി റേഷൻ ഷോപ്പുകളിൽ നിന്നൊക്കെ അരി വാങ്ങും. കുറച്ചൊക്കെ നെല്ല് കൃഷി ചെയ്യുന്ന നെല്ലും ഉണ്ടാവും. അത് വേണ്ടത്ര ഒരു വർഷത്തേക്കൊന്നും സൂക്ഷിക്കാൻ. കറികളൊക്കെ എന്തായിരുന്നു? കറികള് മത്സ്യത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. അത് ക്യാച്ച് ചെയ്യാൻ നമ്മൾ തന്നെ ഒരു സമയത്തൊക്കെ, ഞാൻ പിന്നീട് ക്രമേണ ഈ മത്സ്യമൊക്കെ പിടഞ്ഞ് മരിക്കുന്ന കാണുമ്പോൾ എനിക്ക് വളരെയധികം വേദന തോന്നാറുണ്ട്. പിടിച്ചു കഴിഞ്ഞാൽ അത് കണ്ടിട്ട് തന്നെ ഞാൻ ഒരു അഹിംസാവാദിയായിട്ട് എൻ്റെ മനസ്സിൽ കയറി കൂടിയിട്ടുണ്ട്. ഞാൻ മത്സ്യം അല്ലെങ്കിൽ നോൺ വെജ് ഫുഡ് തന്നെ ഉപേക്ഷിക്കാൻ കാരണമായിട്ടുണ്ട്. ഈ മത്സ്യത്തെ പിടിക്കാൻ പോയിട്ട് അത് പടഞ്ഞു മരിക്കുന്നത് കണ്ടിട്ട്.
അപ്പോൾ അങ്ങനെയുള്ള മത്സ്യം കിട്ടാനൊക്കെ വളരെയധികം മത്സ്യം പിടിക്കാൻ സഹായിക്കുന്നവർ, മത്സ്യ വളർത്തുന്ന ഒന്നോ രണ്ടോ ഇന്ന് ജമ്മിമാരെന്ന് അന്ന് ജമ്മിമാരെന്ന് നമ്മൾ പറയും, ഇന്ന് അവരൊന്നും ജമ്മി എന്ന് നമുക്ക് തോന്നുന്നില്ല. അല്ല, പാവങ്ങളാണ്. അങ്ങനെ പോയിരുന്നു സാധാരണ മനുഷ്യന്മാരാണ്. അപ്പൊ അവര് മത്സ്യം പിടിക്കുന്ന സഹായിക്കാൻ പോകുമ്പോൾ കിട്ടുന്ന ഒരു ഷെയറിംഗ് ഉണ്ടാകും. അത് ഒരു പ്രധാനപ്പെട്ട വീട്ടിലേക്കുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൂടെയാണ്. പിന്നെ അത്യാവശ്യം കൃഷിയിലേക്ക് കൂടി കിട്ടുന്നത് മറ്റ് റേഷൻ വസ്തുക്കൾ. ആ സമയത്തുള്ള രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ എന്തായിരുന്നു? രാഷ്ട്രീയ പശ്ചാത്തലം വിദ്യാർത്ഥി കാലഘട്ടത്തിൽ താങ്കളുടെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലവും നിലപാടുകളും എന്തായിരുന്നു? സ്വാഭാവികമായിട്ടും നമ്മളുടെ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള ആയിട്ടാണ് രാഷ്ട്രീയ പശ്ചാത്തലം നമ്മളുടെ സ്വാഭാവികമായിട്ടും കടന്നുകൂടും. അങ്ങനെ ഒരു പശ്ചാത്തലം തന്നെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് പോയില്ല. കാരണം എൻ്റെ സാമൂഹ്യ പശ്ചാത്തലം, സാമ്പത്തിക പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ പോകാൻ പോലും എനിക്ക് പറ്റാത്ത ഒരു സ്ഥിതിയാണ്. അതിന് പോകാൻ സമയം ചെലവഴിക്കാനോ, അതിന് നേരത്തെ പറഞ്ഞില്ലേ, പലപ്പോഴും വീട്ടിലെത്തിപ്പെടാനുള്ള ഓട്ടമായിരുന്നു. വീട്ടിൽ രണ്ടാമത്തെ ആളാണല്ലോ, അനിയന്മാരുണ്ട്, അവരുടെ സഹായിക്കണം, മറ്റു കാര്യങ്ങൾ കൊണ്ട് വീട്ടിലും സഹായിക്കും. വീട്ടിൽ അത്യാവശ്യം ഇതുപോലെയുള്ള പാർട്ട് ടൈം ആയിട്ട് ഇൻകം ഏണിംഗ് പരിപാടിക്ക് അന്ന് ഞാൻ പോകാം. ചെറുപ്പത്തിൽ ആദ്യമായിട്ട് പണിക്ക് പോയിട്ടുണ്ടാവും. ഞാൻ 6-7 വയസ്സിലൊക്കെ 6-7 ക്ലാസ്സിലൊക്കെ 7-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴൊക്കെ ഈ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, മത്സ്യബന്ധനം ഒരു പ്രധാനപ്പെട്ട ആ തീരപ്രദേശം, അവരെ കൂടെ പോയിട്ട് അതിന്റെ വിഹിതം മത്സ്യം കിട്ടും. രതീഷ്, ഒരു ചോദ്യം. ഈ കോളേജ് കാലഘട്ടത്തിൽ താങ്കളെ സ്വാധീനിച്ച രാഷ്ട്രീയ നേതാക്കൾ, പ്രസ്ഥാനം താങ്കൾ പറഞ്ഞു, നേതാക്കൾ ആരാണ്? റോൾ മോഡലായി വന്നവർ ആരാണ്? താങ്കളുടെ ഒരു കോളേജ് പഠനകാലത്ത് റോൾ മോഡൽ നേതാക്കൾ ആരായിരുന്നു? അന്ന് ഞാൻ AKGയുടെ പ്രവർത്തനത്തെ തന്നെ വളരെയധികം നേരിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ കാണാനുള്ള സാഹചര്യം ഉണ്ടായത്, അദ്ദേഹം പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് സഞ്ചരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ എത്താം. ഗ്രാമപ്രദേശങ്ങൾ മീൻ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് എത്തിയൊന്നും എനിക്ക് ഓർമ്മയിലില്ല. പരിപാടിക്ക് അദ്ദേഹം പിണറായിയിൽ ഓലിയമ്പലത്ത് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ കുറിച്ചും ഈ പേപ്പറിലൊക്കെ വായിച്ചിട്ട് ഒരു ജനനേതാവ് ആണെന്ന് കേട്ടപ്പോൾ ആ കൗതുകത്തിന്റെ മുകളിൽ കാണാനും കേൾക്കാനും പോയിട്ടുണ്ട്. പിന്നെ ജീവിതത്തിൽ സ്വാധീനിച്ച വ്യക്തികൾ, പിന്നെ ജീവിതത്തിൽ അന്ന് നമ്മളുടെ ഒരു എൽഡസ്റ്റ് അല്ലെങ്കിൽ ശ്രീ പിണറായി വിജയൻ, ഇന്നത്തെ CM, അദ്ദേഹം വളരെയധികം പ്രവർത്തിക്കുന്നതായിട്ട് കാണാറുണ്ട് അദ്ദേഹമായിട്ടുള്ള. അത് കഴിഞ്ഞ് MA കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ചെയ്തത്? MA കഴിയുമ്പോഴേക്കും MA ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ജോലിക്ക് ഈ 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മത്സ്യബന്ധനത്തിന് പോകും. പിന്നെ കോളേജിലേക്ക് എത്തിയിട്ട് എന്ത് ജോലിയാണ് കൂടെ ചെയ്തിരുന്നത്? കോളേജിൽ എത്തുമ്പോഴേ ഈ മത്സ്യബന്ധന പരിപാടികൾ ഞാൻ കോളേജിൽ എത്തുമ്പോൾ തന്നെ അത് തുടർന്നിട്ടുണ്ട്. മത്സ്യബന്ധനം മറ്റു കാര്യങ്ങളും ഇതൊക്കെ തുടർന്നിട്ടുണ്ട്. ഒരു മത്സ്യബന്ധന തൊഴിലാളിയുടെ റോളിൽ ഉണ്ടായിരുന്നു. വളരെ കൂടുതലായിട്ടൊന്നുമില്ലെങ്കിൽ പാർട്ട് ടൈമായിട്ട് ജീവിക്കാൻ. അതുപോലെ മറ്റൊന്ന്, ഞാൻ അഗ്രികൾച്ചർ ഫീൽഡിലുണ്ട്. എന്താണ് കൃഷി ചെയ്തിരുന്നത്? കൃഷി ചെയ്യുന്ന പച്ചക്കറി, നെൽകൃഷി കഴിഞ്ഞാല് പച്ചക്കറിക്ക് ആ ഫീൽഡ് ബാക്കിയാവും. അത് പാട്ടം എടുത്തിട്ട് പച്ചക്കറി പാട്ടം എടുക്കാൻ പോകാറില്ല, ഒരു പെർമിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് പച്ചക്കറി, ധാരാളം പച്ചക്കറി കിട്ടും. ബനാന കൾട്ടിവേഷൻ ചെയ്യാറുണ്ട്. അത് തീർത്തും നെൽകൃഷി ചെയ്യുന്ന പ്രദേശത്തല്ല, കുറെ കൂടി എകര പ്രദേശങ്ങളിലെ ബനാന കൾട്ടിവേഷൻ, നേന്ത്രപ്പഴവും മറ്റൊക്കെ ചെയ്യും. പച്ചക്കറി എന്ന് പറയുമ്പോൾ മുല്ലങ്കി, ചീര, ഷോർട്ട് ടൈം ക്രോപ്സ് ഉണ്ട് പലതും. അത് പെട്ടെന്ന് വരുമാനം ഉണ്ടാക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഒരു ആഹാര വസ്തുവായിട്ട് നമുക്ക് കിട്ടും. അതെല്ലാം നന്നായി ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് എപ്പോഴാണ് സർവീസിലേക്ക്, എപ്പോഴാണ് ടെസ്റ്റ് എഴുതുന്നത്? PSC എങ്ങനെയാണ് ആദ്യം ജോലിക്ക് കയറുന്നത്? എവിടെയാണ് ടെസ്റ്റ് എഴുതുന്നത്? ആദ്യമായിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ടെസ്റ്റ്, ആദ്യത്തെ പരീക്ഷ. കോളേജിൽ SLCക്ക് എത്ര ശതമാനം മാർക്ക് ഉണ്ടായിരുന്നു? SLCക്ക് ഞാൻ ഒരു ആവറേജ് സ്റ്റുഡന്റ് ആയിട്ട് ഡിഗ്രി വന്നപ്പോ 4th റാങ്കിലേക്ക്, 4ാം റാങ്ക്, 10ാം ക്ലാസ്സിൽ ആവറേജ്, ഡിഗ്രി PG ഒക്കെ ഡിഗ്രിയില് 4th റാങ്ക്, PGയിൽ എത്തുമ്പോ അത് ഹൈ സെക്കൻഡ് ക്ലാസ്സിൽ മാത്രം. അത് ഏറ്റവും ടോപ്പ് മാർക്കായിരുന്നു. ആദ്യ ടെസ്റ്റ്, ആദ്യ പരീക്ഷ എഴുതുന്ന PSCയില് സെക്രട്ടേറിയറ്റ് ഒരു LD ക്ലർക്കിന്റെ പരീക്ഷ എഴുതിയായിരുന്നു. LD ക്ലർക്കില് റാങ്ക് 6ാമത്തെ റാങ്ക് കിട്ടി കണ്ണൂർ ഡിസ്ട്രിക്റ്റില്. പക്ഷെ അത് കുറച്ച് ദിവസം അതൊരു എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലേക്ക് കൂടി ഒരു ലേഡി അവിടെ ജോലി ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് വേറെ ജോലിയൊക്കെ കിട്ടും, ധാരാളം നോളജ് ഉണ്ട്, ക്വാളിഫിക്കേഷൻ ഉണ്ട്, ധാരാളം നോളജ് ഉണ്ട്, PSC എഴുതിയാൽ നിങ്ങൾക്ക് ഉറപ്പാണ്. നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ തളിപ്പറമ്പിലാണ് പോയി ജോയിൻ ചെയ്യാൻ പോയത്. എല്ലാം ഇതായി. ഞാൻ ലീവ് എടുത്തു. MAക്ക് പഠിക്കുമ്പോൾ തന്നെ ലീവ് എടുക്കാൻ പോയി. അപ്പോൾ ഞാനിങ്ങനെ പോയപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ അവരുടെ ഗേദപ്രകടനം കണ്ടപ്പോൾ എനിക്കത് മനസ്സ് തട്ടി.
അവർക്ക് ആ ജോലി വേണം, അവർക്ക് ആ ജോലി കണ്ടിന്യൂ ചെയ്യണം. അവർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലേക്ക് കൂടിയാണ് 6 മാസം കഴിഞ്ഞിട്ടും അവർ തുടരുന്നുണ്ട്. ഞാൻ പോയി PSC പോസ്റ്റ് വരുമ്പോൾ അപ്പോൾ അവർ ടെർമിനേഷൻ. അങ്ങനെ നിങ്ങൾക്ക് പിന്നെ കിട്ടുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. എവിടെയാണ് ഫസ്റ്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കിട്ടിയപ്പോ അത് എനിക്ക് LLB ഞാൻ LLBക്ക് ചേരാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തു. ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ കോഴിക്കോട് ലോ കോളേജിൽ കിട്ടാൻ വേണ്ടിയിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നുള്ളത് മാറിയിട്ട് ലോക്കൽ ഫണ്ട് ഓഡിറ്റിലേക്ക് വാങ്ങിച്ചു. ഇത് സെയിം ഇതാണ്, എക്സാമിനേഷൻ ആണ്. അപ്പോൾ ഇന്റർ ഡിപ്പാർട്ട്മെന്റ് വാങ്ങി ലോക്കൽ ഫണ്ട് ഓഡിറ്റിൽ ചേർന്നു. ലോക്കൽ ഫണ്ട് ഓഡിറ്റിൽ ചേർന്നപ്പോൾ കോഴിക്കോട് എത്തി. കോഴിക്കോട് ലോക്കൽ ഫണ്ട് ഡെപ്യൂട്ടി എക്സാമിനർ എന്നാണ് പേര്. എക്സാമിനർ ഓഫ് ലോക്കൽ ഫണ്ട് ആണ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. എനിക്ക് ഒരു എംപ്ലോയ്മെന്റ് സർട്ടിഫിക്കറ്റ് വേണം. അദ്ദേഹം പറഞ്ഞു എംപ്ലോയ്മെന്റ് സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല, നിങ്ങളെ ഇത്രയധികം സഞ്ചരിച്ച് നാട്ടിൽ നിന്ന് പോയി വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളെ നോട്ട് ഡിട്രിമെന്റൽ ടു ഒഫീഷ്യൽ ഡ്യൂട്ടീസ് എന്നുള്ള വേർഡ് അതിൽ എഴുതണം. ആ സർട്ടിഫിക്കറ്റ് അദ്ദേഹം അതിൽ കുത്തണം. അപ്പോൾ എനിക്ക് തന്നില്ല അദ്ദേഹം. ഡെപ്യൂട്ടി എക്സാമിനർ പറഞ്ഞു അത് ഇത് ചേരാൻ പറ്റാം. അപ്പോൾ എൻ്റെ LLB മോഹം ജോയിൻ ചെയ്ത് ഈ ജോലി കൊണ്ട് ജോലി തിരസ്കരിക്കാനും പറ്റുന്നില്ല. ഞാൻ തലശ്ശേരി തുടർ പഠനം LLB ഉപരിയായിട്ട് തുടർ പഠനം എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. മറ്റേ സിവിൽ സർവീസ് ഒരു മോഹങ്ങളൊക്കെ അന്തരിച്ചത്. അത് വന്നത് സിവിൽ സർവീസ് എന്ന മോഹം മനസ്സിൽ വരുന്ന ഏത് കാലഘട്ടം? അത് ബ്രണ്ണൻ കോളേജിൽ എത്തിയപ്പോൾ ബ്രണ്ണൻ കോളേജിന്റെ വിശാലമായിട്ടുള്ള ലൈബ്രറി, അന്നത്തെ ചുറ്റുപാടിൽ അവിടെ കോമ്പറ്റീഷൻ സക്സസ് റിവ്യൂ എന്ന് പറയുന്നത് വായിക്കാൻ കിട്ടി. അതിൽ IAS ലഭിച്ചത് IASന്റെ ക്വസ്റ്റ്യൻ ഒക്കെ കണ്ടപ്പോ ഇതാണ് IAS ക്വസ്റ്റ്യൻ, ഇത് സുഖമായിട്ട് എഴുതാറോ. അപ്പൊ അന്ന് കിസിലൊക്കെ ഞാൻ ആർട്സ് വിഷയം പഠിക്കുന്നു, ഇക്കണോമിക്സിൽ ഞാൻ പറഞ്ഞു 4th റാങ്ക് ആണെന്ന്. ഞാൻ പക്ഷേ സയൻസ് അടക്കം ശാസ്ത്രജ്ഞ സയൻസ് ക്വിസിലൊക്കെ സ്റ്റേറ്റ് ലെവലിൽ സെക്കൻഡ് ഒക്കെ ഒന്നാമനല്ല, അതിൽ രണ്ടാമത്. അപ്പോൾ സയൻസ് സബ്ജക്റ്റിൽ പോലും ഞാൻ എക്സ്ട്രാ റീഡിങ്ങിലേക്ക് കൂടി ബ്രണ്ണൻ കോളേജ് ക്ലാസ്സിലിരിക്കാതെ എനിക്ക് സ്വഭാവമുണ്ട്. ലൈബ്രറി പോയി എക്സ്ട്രാ റീഡിങ് എനിക്ക് കിട്ടി. എന്റെ പരീക്ഷാ പേപ്പറിൽ എന്തെങ്കിലും ഡിസ്റ്റിങ്ഷൻ ഉണ്ടാകും വായിക്കുമ്പോൾ. ഒരേ പരീക്ഷ ഒരേ ആൻസർ കിട്ടുമ്പോൾ നോട്ട് ബുക്ക് എഴുതിയവരുടെ വായിക്കുമ്പോൾ ഒരു ഡിഫറൻറ്റ് സ്വാഭാവികമായിട്ടും കാമ്പുള്ള സാധനങ്ങൾ LLB പിന്നീട് തലശ്ശേരി വന്നു. തലശ്ശേരി ജോയിൻ ചെയ്തു. തലശ്ശേരി ലോക്കൽ ഫണ്ട് ഓഡിറ്റിൽ തന്നെ മുനിസിപ്പൽ ഓഡിറ്റ് ഉണ്ട്. മുനിസിപ്പൽ ഓഡിറ്റിൽ അത് കഴിഞ്ഞ് LLB പിന്നീട് ഞാൻ BDO ആയിട്ട് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ PSC കോഴിക്കോടേക്ക് ട്രാൻസ്ഫർ ആകും. അതിൽ ബഹുമാന്യമായിട്ടുള്ള അന്നത്തെ കോർപ്പറേഷൻ ആഭ്യന്തരമന്ത്രി നമ്മളുടെ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹമായിരുന്നു തലശ്ശേരി MLA. അദ്ദേഹം തലശ്ശേരി ഇങ്ങനെ ഒരാള് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ സെലക്ഷൻ കിട്ടുക എന്നെല്ലാം പറഞ്ഞ് മലബാറിനെ സംബന്ധിച്ച് അന്ന് വളരെ റയറാണ്. അപ്പൊ എന്നെ പിക്ക് ചെയ്ത് തലശ്ശേരി തന്നെ പോസ്റ്റ് ചെയ്തു. അതുകൊണ്ട് LLB പൂർത്തിയാക്കാൻ തലശ്ശേരി അന്ന് പറ്റിയില്ല. ഈ കാര്യം അദ്ദേഹത്തെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് തന്നെ പറഞ്ഞിട്ട് എനിക്ക് കോഴിക്കോടേക്ക് വളരെയധികം വിമുഖതയോടുകൂടി വൈമനസ്യത്തോടുകൂടി അദ്ദേഹം ട്രാൻസ്ഫർ ഞാൻ സമ്മതിച്ചു. ഞാൻ കോഴിക്കോട് വാങ്ങിച്ചു. കോഴിക്കോട് ചേളന്നൂർ BDO ആയിട്ട് LLB കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ LLB കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ഇരിക്കൂറേക്ക് ഏത് പോസ്റ്റിൽ തന്നെ BDO ആയിട്ട്. എത്ര കാലം BDO ആയിട്ടുണ്ടായിരുന്നു? 2 വർഷം ഇരിക്കൂർ. അക്കാലത്ത് പ്രധാനപ്പെട്ട എന്തൊക്കെ പദ്ധതികളാണ് താങ്കളുടെ നേതൃത്വത്തിൽ നടത്തുന്നത്? ഞാൻ പ്രധാനപ്പെട്ട IRDP എന്ന് പറയും. ഇന്നൊക്കെ പല IRDP എന്ന് പറയുന്നത് സെൽഫ് എംപ്ലോയ്മെന്റ് കണ്ടുപിടിക്കാനുള്ള എന്തെങ്കിലും ബാങ്കിന്റെ അസിസ്റ്റൻസോടുകൂടി ലോൺ കം സബ്സിഡി സ്കീമാണ്. പിന്നെ NREP എന്ന് പറയുന്ന നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ ചെറിയ ചെറിയ ആസ്തികൾ ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് കൂലി കൊടുക്കുന്ന വേജസ് ഉണ്ടാക്കുന്ന ജനറേറ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള പദ്ധതി. വീഡിയോ പോസ്റ്റ് അതിന്റെ പ്രൊമോഷനായിട്ടുള്ള ഒരു പോസ്റ്റിലേക്ക് അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് കമ്മീഷണറായി. ആ സമയത്ത് കണ്ണൂർ വർക്ക് ചെയ്തു. കണ്ണൂർ വർക്ക് ചെയ്യുമ്പോൾ ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെയും കൂടി DTPC സെക്രട്ടറി. ആ സമയത്ത് എന്തൊക്കെയാണ്? കണ്ണൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസം പടത്തിൽ ഭൂപടത്തിൽ ഒരിക്കലും ഈ അടുത്ത കാലം വരെ സ്ഥാനമില്ലാതിരുന്ന ഒരു സ്ഥലമാണ് കണ്ണൂർ. കണ്ണൂരിൽ താങ്കൾ DTPC സെക്രട്ടറി ആയി ചെയ്ത പ്രധാന പദ്ധതികൾ എന്തൊക്കെയായിരുന്നു? ടൂറിസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ബാക്ക്വേർഡ് ഏരിയയിൽ ടൂറിസം വളരണമെങ്കിൽ അവിടെ വലിയൊരു ഇൻപുട്ട് വേണം. അത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വേണം. ഒരു ടൂറിസം എന്റർപ്രണറെ സംബന്ധിച്ച് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സക്സസ് ആവില്ല. അതിന് സപ്പോർട്ടീവായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഗവൺമെന്റ് വളർത്തി കൊടുക്കണം. അല്ലെങ്കിൽ പ്രൈവറ്റ് കൺസോർഷ്യം മറ്റും
പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കണ്ണൂർ പിറകോട്ട് പോയി. അന്നൊരു വലിയൊരു ഗവൺമെന്റ് സപ്പോർട്ട് കിട്ടി. ഇന്നത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി, അന്ന് ഇ കെ നായനാർ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു, പൊളിറ്റിക്കൽ സെക്രട്ടറി. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക ഇൻഫ്ലുവൻസോടുകൂടി കണ്ണൂരിൽ അന്ന് ഒരു 3 crores രൂപ കിട്ടി. 3 കോടി വലിയ പൈസയാണ്. 90കളിലാണ് എന്താ ചെയ്തത്? അത് ഇന്നത്തെ ഈ പ്രധാന ടൂറിസം ഡെസ്റ്റിനേഷൻ ഏതൊക്കെയാണ്? മീൻകുന്ന്, ധർമ്മടം, മുഴപ്പിലങ്ങാട് ബീച്ച്, അതുപോലെ മറ്റ് പിക്നിക് സ്പോട്ട് ആയിട്ടുള്ള പഴശ്ശി, ഇങ്ങനെയുള്ള മറ്റ് കുടിയാൻമല, വൈതൽമല, ഇങ്ങനെയുള്ള ടൂറിസം ഡെസ്റ്റിനേഷന്റെ ഇൻഫ്രാസ്ട്രക്ചർ വളർത്താൻ, എത്തിപ്പെടാനുള്ള നല്ല റോഡുകൾ ഉണ്ടാക്കാൻ, ധർമ്മടം തുരുത്തിലേക്കല്ല, മുഴപ്പിലങ്ങാട് ബീച്ചിലേക്ക് പുതിയ റോഡ് ഉണ്ടാക്കി. തീരപ്രദേശത്തിന് സമുദ്രത്തിന് സമാന്തരമായിട്ട് തന്നെ അന്ന് റോഡ് ഉണ്ടാക്കി. അവിടെയാണ് ലൈറ്റിംഗ് സിസ്റ്റം ഉണ്ടാക്കി, കോട്ടേജസ് ഉണ്ടാക്കി, ജനങ്ങൾക്ക് കാറ്റുകൊള്ളാനും ഷെൽട്ടർ ആയിട്ടുള്ള ചില കോട്ടേജസ് ഉണ്ടാക്കി. അപ്പോൾ ഒരു ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ. തലശ്ശേരി ധർമ്മടത്ത് ഞാൻ ADC ആയിരിക്കുമ്പോൾ തന്നെ അന്ന് ഒരു റൂറൽ ഡെവലപ്മെന്റ് സ്കീം ഉപയോഗപ്പെടുത്തിയിട്ട് തലശ്ശേരി ധർമ്മടം ബീച്ചിലേക്കുള്ള റോഡ്, അന്ന് ധർമ്മടം ബീച്ചിലേക്ക് പോകാൻ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് മറികടന്ന് വേണം പോകാൻ. അപ്പൊ ആ തീരപ്രദേശത്തേക്ക് കൂടി അതിനിന്നും പേരിട്ടിട്ടുണ്ട് മറൈൻ പ്ലാസ. അന്നത്തെ MLA ആയിട്ടുള്ള മന്ത്രിയായിട്ടുള്ള ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ, മന്ത്രിയായിരുന്നു ഓർമ്മിക്കുന്നു, അന്ന് അദ്ദേഹമായിരുന്നു, ഒന്നിക്കൽ MLA എന്നുള്ള നിലയിൽ അദ്ദേഹമായിരുന്നു ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നു. ഇലക്ഷൻ പ്രഖ്യാപിച്ചുകൊണ്ട് മാർച്ച് 3-ന് സംസ്ഥാന നിയമസഭയിലേക്കുള്ള ഇലക്ഷൻ പ്രഖ്യാപിച്ചുകൊണ്ട് അന്ന് അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. അന്നത്തെ കലക്ടർ ശ്രീനിവാസ് സാറ് ഉദ്ഘാടനം ചെയ്ത ആ റോഡ് ഇന്നും അത് ആ ബീച്ചിലേക്കുള്ള ബെസ്റ്റ് റോഡായിട്ട് മാറിയിരിക്കുന്നു. തീരപ്രദേശത്ത് ഒരു ഡ്രൈവിൻ മറൈൻ റോഡായിട്ട് അത് മാറിയിരിക്കുകയാണ്. അതാണ് DTPC സെക്രട്ടറി ആയിട്ട് അവിടെ ചെയ്തിട്ടുണ്ട്. മീൻകുന്നിലേക്കുള്ള റോഡ് സൗകര്യങ്ങൾ ഉഷാറാക്കിയിട്ടുണ്ട്. പയ്യാമ്പലം ബീച്ചിൽ അന്ന് കാനായിയുടെ അദ്ദേഹത്തിന്റെ വൈഭവം ഉപയോഗപ്പെടുത്തിയിട്ട് അമ്മയും കുഞ്ഞ് അന്നുണ്ടാക്കിയതാണ്. അതുപോലെ പയ്യാമ്പലം ബീച്ചിൽ മിലിറ്ററി കണ്ടോൺമെന്റുമായിട്ടൊക്കെ ഡിസ്കഷൻ ചെയ്ത് അന്നത്തെ കലക്ടർ ശ്രീ രാമകൃഷ്ണൻ, ഇന്ന് അദ്ദേഹം IAS വിട്ട് അമേരിക്കയിൽ തന്നെ സെറ്റിൽഡാണ്. അദ്ദേഹത്തിന്റെ പിന്തുണയോടുകൂടി, അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പോട് കൂടിയിട്ട് കണ്ടോൺമെന്റിന്റെ സഹായത്തോടു കൂടി കുറേ ഏരിയ ആ പാർക്കിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തി. അതുപോലെ ഗസ്റ്റ് ഹൗസിന് സമാന്തരമായിട്ടുള്ള പാത്വേ ഉണ്ടാക്കിയതൊക്കെ അന്നാണ്. ഈ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് അതൊക്കെ ചെയ്തത്. അന്ന് PWD ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിനെ, ടൂറിസം കൗൺസിലിന് ആവശ്യമായിട്ടുള്ള ടെക്നിക്കൽ പേഴ്സൺസ് ഇല്ല. വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ PWD, ഇറിഗേഷൻ, അതുപോലെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ സഹായത്തോടു കൂടിയാണ് ഈ പരിപാടികളെല്ലാം ചെയ്തത്. ഇത്രയും ടൂറിസം രംഗത്ത് എനിക്ക് ആദ്യമായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു സാഹചര്യം, ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് ഈ ടൂറിസം ഡെവലപ്മെന്റിലാണ്. അത് നന്നായി ചെയ്തു. അത് ഇന്നത്തെ ടൂറിസം വികസനത്തിന് ഒരു മുതൽക്കൂട്ടാണ്. നമുക്ക് വി രതീശൻ DTPC സെക്രട്ടറി ആയിരുന്നപ്പോൾ ഉള്ള ചരിത്ര പശ്ചാത്തലത്തിലൂടെ നമ്മൾ പോയത്. ഇനി അദ്ദേഹം കടന്നു വന്ന അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. എത്ര വർഷം വയനാട്ടിലുണ്ടായിരുന്നു? വയനാട്ടിൽ ഇലക്ഷൻ വന്നു വിട്ടു 2011. അത് കഴിഞ്ഞിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? 11 ഇലക്ഷൻ വന്നു വിട്ടപ്പോൾ പിന്നീടുണ്ടായ മാറ്റത്തിൽ അവിടുന്ന് എങ്ങോട്ടാണ് പോകുന്നത്? വയനാട് നിന്ന് മാറ്റിയപ്പോൾ അഡീഷണൽ എക്സൈസ് കമ്മീഷണർ ആയിട്ട്. എന്തായിരുന്നു എക്സൈസ് എന്ന് പറഞ്ഞൊരു വല്ലാത്ത ഡിപ്പാർട്ട്മെന്റ് ആണ് ആ കാലഘട്ടത്തിൽ. ഇപ്പൊ കുറെയൊക്കെ മാറ്റം വന്നു. എന്താണ് എക്സൈസ് വകുപ്പുമായിട്ട് അനുഭവങ്ങൾ? എക്സൈസ് വകുപ്പില് അതൊരു അഴിമതിയുടെ ഒരു സ്മാരകമായിട്ട് എപ്പോഴും മനുഷ്യർ കണ്ടത്. ഇപ്പൊ കുറെ മാറ്റങ്ങൾ വന്നു. ഒരു കാലത്ത് ഏറ്റവും വിവാദങ്ങൾ ഉണ്ടാകുന്ന ഏറ്റവും മോശം പിടിച്ചൊരു വകുപ്പായിട്ടാണ് എക്സൈസ് വകുപ്പ്. ഞാൻ ഇഷ്ടപ്പെട്ടിട്ട് പോയ വകുപ്പല്ല. ഒന്നാമത് എനിക്ക് ഡെവലപ്മെന്റ് വർക്ക് അല്ലെ പാവങ്ങളുടെ ഉന്നമനത്തിനുള്ള നേരിട്ടേറ്റ് ജോലി ചെയ്യുക എന്നതാണ് എൻ്റെ ഉന്നം. IAS കഴിഞ്ഞാലും അല്ലെങ്കിൽ. അപ്പൊ എക്സൈസ് ഒരു സ്റ്റാറ്റ്യൂട്ടറി, ഒരു ചെറിയൊരു സ്പിരിറ്റ് വാങ്ങി. എന്താണ് അവിടെ ചെയ്തത്? സ്പിരിറ്റിന് ലൈസൻസ് കൊടുക്കും. ഈ സ്പിരിറ്റ് വാങ്ങിച്ചിട്ട് മദ്യം മദ്യപിക്കാറുണ്ടോ? ഇല്ല. അപ്പൊ മദ്യപിക്കാത്ത ഒരാളാണ് മദ്യപത്തിന്റെ ചുമതല വരുന്നത്. അപ്പൊ അതില് നല്ല ഇപ്പം എക്സൈസ് കമ്മീഷണർ വളരെ ക്രൂഷ്യൽ പോസ്റ്റ് ഗവൺമെന്റിനെ സംബന്ധിച്ച്. പല പ്രപ്പോസൽസും ഗവൺമെന്റ് അബ്കാരി പോളിസികളിലൊക്കെ ഉരുത്തിരിഞ്ഞു വരേണ്ടത് എക്സൈസ് കമ്മീഷണറെ കൂടിയാണ്. തീരുമാനങ്ങൾ മോളിൽ നിന്ന് എടുക്കുന്നതാണെങ്കിലും അതിന് ഗ്രൗണ്ട് വർക്ക് ചെയ്യേണ്ടത് എക്സൈസ് കമ്മീഷണറാണ്. അപ്പോൾ അതിനുള്ള ഫയലൊക്കെ എനിക്ക് തന്നായിരുന്നു. ആ ഫയലില് അതിൽ ചില റിമാർക്സുകൾ
ഉദ്ദേശിക്കുന്ന രൂപത്തിലല്ലാത്ത രൂപത്തിൽ റിമാർക്സുകൾ വന്നപ്പോൾ എന്നെ ചില ഏരിയയിൽ മാത്രം ഒതുക്കി. അതൊരു പുലിവാല് പിടിച്ചായിരുന്നു. പുലിവാല് പിടിച്ചിട്ടുണ്ട്. എക്സൈസ് കമ്മീഷൻ പോസ്റ്റ് എപ്പോഴും ഒരു പുലിവാല് പോസ്റ്റാണ്. പക്ഷെ വലിയ പുലിവാളിന് എനിക്ക് പിടിക്കേണ്ടി വന്നിട്ടില്ല. കാരണം എക്സൈസ് കമ്മീഷണർ മോഡലുണ്ടല്ലോ, ഞാൻ അഡീഷണൽ എക്സൈസ് കമ്മീഷണർ. വേറെ എൻഫോഴ്സ്മെന്റിന് IPS കാരനായിട്ടുള്ള എക്സൈസ് കമ്മീഷണർ. അപ്പൊ അതെല്ലാം വഴിക്ക് നടന്നു. എത്ര കാലം ഇരുന്നു ആ പോസ്റ്റില്? 6-7 മാസം. എങ്ങോട്ടാണ് പോകുന്നത്? എന്നെ ആലപ്പുഴയ്ക്ക് കളക്ടറായിട്ട്. ആലപ്പുഴ കളക്ടർ. അങ്ങനെ വയനാട്, ആലപ്പുഴയിൽ എന്താണ് കാര്യമായ ഓർമ്മയിൽ നിന്ന്? ആലപ്പുഴയിൽ ചെന്ന് പെട്ടപ്പോഴും തന്നെ അവിടെയുള്ള നെൽ കർഷകരെ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, അതിന് പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ. മടവീഴുക എന്ന് പറഞ്ഞ കുട്ടനാട്ടിലാണ് പ്രധാനം. ആ പ്രദേശങ്ങളൊക്കെ വിസിറ്റ് ചെയ്ത് കുറെയൊക്കെ പ്രശ്നങ്ങൾ. അത് കഴിഞ്ഞ് ആലപ്പുഴ കഴിഞ്ഞപ്പോ ഞാനൊരു ശ്രമം നടത്തി. എനിക്ക് നാട്ടില് മലബാറില് എസ്പെഷ്യലി കോഴിക്കോടും കണ്ണൂരും കളക്ടറായിട്ട് വർക്ക് ചെയ്യണം. പറഞ്ഞത് അത് എന്നെ അവിടത്തേക്ക് നിയമിച്ചത് പല കാരണങ്ങൾ കൊണ്ടും ഒരു കോണ്ടാക്ട്സ് ഉണ്ടായി. എസ്പെഷ്യലി ഗുരുവായൂരൊക്കെ വരുമ്പോൾ രമേശ് ചെന്നിത്തല സാറും KCB എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും നല്ല ബന്ധമുണ്ട്. അവരാണ് പിടിച്ചു കൊണ്ടുപോയത്. അപ്പോ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ എന്റെ ആഗ്രഹം കൊണ്ട് ഞാൻ ഒരു ലീവിൽ പ്രവേശിച്ചു. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും പോസ്റ്റിംഗ് കിട്ടില്ല. എൻ്റെ കളക്ടർ പോസ്റ്റ് എനിക്ക് ഉദ്ദേശിക്കപ്പെട്ട സമയം, ഒരു പരമാവധി സമയമൊക്കെ ഉണ്ടല്ലോ, അത് വയനാട് ഇരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ബാക്കി ഇവിടെ കോട്ടയത്തിരുന്നു, അല്ല തൃശ്ശൂർ, അത് പിന്നീടാണ്. അപ്പം ഞാൻ ഒരു ലീവിൽ പ്രവേശിച്ചു. ലീവിൽ പ്രവേശിച്ചപ്പോൾ പിന്നെയും ആവശ്യപ്പെട്ടു അവിടെ റീജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ലീവിൽ പ്രവേശിച്ച ഇഷ്ടപ്പെടാതെ കൊണ്ട് എനിക്ക് പോസ്റ്റിംഗ് വേറെ ആളെ പോസ്റ്റ് ചെയ്തു. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നു, സ്വാഭാവികമായിട്ടും വേറെ ആളെ പോസ്റ്റ് ചെയ്തു. ഇപ്പൊ നെഹ്റു ട്രോഫി വള്ളംകളി ഉള്ളത് കൊണ്ട് വേഗം വന്ന് ജോയിൻ ചെയ്യാനുള്ള പല രൂപത്തിലും നിർദ്ദേശങ്ങളൊക്കെ വന്നു. അപ്പൊ ഞാന് പ്രതിഷേധം കൊണ്ടല്ല, എനിക്ക് പ്രത്യേകിച്ചിട്ടും ഒരു ട്രാൻസ്ഫർ കിട്ടട്ടെ എന്ന് കരുതിക്കൊണ്ടാണ്. കിട്ടുമെന്നാണ് കരുതിയത്. പക്ഷെ അത് നടന്നില്ല. കാരണം രാഷ്ട്രീയക്കാരെ സമ്മതിക്കൂല. പ്രതിഷേധിച്ചല്ല, ലീവിൽ പ്രവേശിച്ചു. ആവശ്യത്തിനായിരുന്നു ലീവ് എടുത്ത്. ഒരു സബ്സിഡറി ഉദ്ദേശം ഇതും കൂടി ഉണ്ടായിരുന്നു, ഒരു ട്രാൻസ്ഫർ കിട്ടട്ടെ ഇങ്ങോട്ടും പ്രത്യേകിച്ചിട്ടും. അത് സ്വാഭാവികമായിട്ട് അത് വളരെയധികം ഇറങ്ങി ചിന്തിച്ചില്ല. ഞാൻ കരുതിയത് അവർ കാണിക്കുന്ന അടുപ്പം കൊണ്ടൊരു എനിക്കൊരു ട്രാൻസ്ഫർ തന്നില്ല. പിന്നെ എവിടെയാണ് പോസ്റ്റ്? പിന്നെ ജോയിന്റ് കമ്മീഷണർ, അഡീഷണൽ കമ്മീഷണറായിട്ട് എക്സൈസിലിരുന്ന എനിക്ക് ജോയിന്റ് കമ്മീഷണർ, എന്റെ ശമ്പളമൊന്നും കുറയുന്നില്ല, ജോയിന്റ് കമ്മീഷണറായിട്ട് 6 മാസത്തോളം, അതിൽ 3 മാസം ശമ്പളമില്ലാതെ അവധി കൊടുക്കേണ്ടി വന്നു. കാരണം പോസ്റ്റിംഗ് തരാതെ കൊണ്ട്. എനിക്ക് ജോയിന്റ് കമ്മീഷണറായിട്ട് എക്സൈസിൽ തന്നെ അല്ല അത് റവന്യൂ കമ്മീഷണർ. അത് കഴിഞ്ഞ് റവന്യൂ കമ്മീഷണറായിട്ട് എനിക്ക് വളരെയധികം നന്നായിട്ട് പ്രവർത്തിക്കാൻ പറ്റി. അഡീഷണൽ ജോയിന്റ് കമ്മീഷണറായിട്ട് ഒതുക്കലാണെങ്കിലും ഞാൻ തിരുവനന്തപുരമായിട്ട് അങ്ങനെ ഒത്തുചേർന്നു. അവിടെ താമസിക്കാനൊക്കെ തുടങ്ങി. എപ്പോഴാണ് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പിന്നെയും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം. ഇത് കഴിഞ്ഞിട്ട് ജോയിന്റ് കമ്മീഷണർ പോസ്റ്റ് ജോയിന്റ് കമ്മീഷണർ പോസ്റ്റിൽ കഴിഞ്ഞപ്പോൾ ജോയിന്റ് കമ്മീഷണർ ഇരിക്കുമ്പോഴാണ് സ്പെഷ്യൽ ഓഫീസറായിട്ട് ഗവൺമെന്റിന്റെ ഒരു ഒരു സ്കീം ഉണ്ടായിരുന്നു. വളരെയധികം ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ആയിരുന്നു. അത് കഴിഞ്ഞ് 3 സെന്റ് ഭൂമി കൊടുക്കുന്ന വളരെ നന്നായിട്ട് കണ്ണൂർ ജില്ല. എത്ര പേർക്ക് കൊടുത്തു? കണ്ണൂർ ജില്ലയില് 1200ഓളം പേർ. 1200 കുടുംബങ്ങൾക്ക്. ജയറാം രമേശ് വന്നിട്ടാണ് സംസ്ഥാന തല ഉദ്ഘാടനം നടത്തി. UPA ചെയർപേഴ്സൺ എന്ന് പറഞ്ഞിട്ട് ശ്രീമതി സോണിയാഗാന്ധി മാഡം വന്നിട്ടാണ് അത് ചെയ്തത്. അതിന് ചുക്കാൻ പിടിച്ചത് അതിന്റെ ഉദ്ഘാടനം. അത് കഴിഞ്ഞിട്ട് എന്നെ നന്നായി പ്രവർത്തിച്ചുകൊണ്ട് അന്നത്തെ അടൂർ പ്രകാശ് സാറ് എഗെയിൻ എന്നെ ഇടുക്കിയിൽ കളക്ടറാക്കി. ഇടുക്കിയിൽ കളക്ടറായിട്ട് പ്രവർത്തിക്കുമ്പോൾ വളരെ നന്നായിട്ട് പട്ടയം കൊടുക്കാൻ പറ്റി. അന്ന് വളരെയധികം പ്രശംസ പിടിച്ചു പറ്റുന്ന രൂപത്തിലൊക്കെ അന്നത്തെ ഉമ്മൻചാണ്ടി അദ്ദേഹമായിരുന്നു CM. ഇടുക്കി ഡാമിന്റെ ആ സൈഡിൽ വെച്ച് 22,000 പട്ടയം കൊടുക്കുന്ന പേർക്ക് വളരെ ചരിത്രപരമായ പല ഫയലുകളുടെ പിന്നിലെയും താങ്കളുടെ പ്രവൃത്തി ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് തൃശ്ശൂർ. അത് കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ഇടുക്കി ഒന്ന് കാലാവസ്ഥ, ഒരു ബ്രീത്തിങ്ങിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, തണുപ്പ് വരുമ്പോഴില്ല. അത് മാത്രമല്ല ഇഷ്ടപ്പെട്ടിട്ട് പോയതല്ല, കളക്ടറായിട്ട് പ്രവർത്തിക്കണം. നന്നായി പ്രവർത്തിച്ചുകൊണ്ട് അടൂർ പ്രകാശ് സാർ എന്നെ അവിടത്തേക്ക് കളക്ടറാക്കി. അപ്പൊ അത് കഴിഞ്ഞ് എനിക്ക് താഴത്തോട്ട് കോഴിക്കോടിന് വേണ്ടി എന്റെ പഴയ മോഹം കോഴിക്കോടേക്ക് കളക്ടറായിട്ട്, കണ്ണൂരായി എസ്പെഷ്യലി നാട്ടിലെ കളക്ടറായിട്ട് പ്രവർത്തിക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ അതിന് പകരം അന്നത്തെ സിറ്റുവേഷൻ കൊണ്ട് മറ്റുള്ളവർക്ക് പോസ്റ്റിംഗ് കൊടുക്കാനുള്ള സിറ്റുവേഷൻ കൂടി ഉണ്ടാവില്ല. എന്റെ കാര്യം മാത്രം അപ്പൊ അതിന് പരിഗണിക്കാൻ പറ്റിയിട്ടില്ല. ഉമ്മൻചാണ്ടി സാറ് ചോദിച്ചു, നിങ്ങൾ ഒരു കാര്യം ചെയ്തോ, കോഴിക്കോട് തരാം.
അപ്പൊ ശ്രീ ഉമ്മൻചാണ്ടി സാർ അന്ന് പറഞ്ഞായിട്ട് നന്നായി പ്രവർത്തിച്ചല്ലോ. പട്ടയം കൊടുത്തല്ലേ 22 പേർക്ക് പട്ടയം കൊടുക്കാനുള്ള കാര്യം 22,000 കുടുംബങ്ങൾക്ക്. അപ്പൊ അദ്ദേഹം പറഞ്ഞു നിങ്ങളെ കോഴിക്കോട് പോസ്റ്റ് ചെയ്യാം, വെയിറ്റ് ചെയ്യും എന്ന് പറഞ്ഞു. കുറെ ദിവസം കഴിഞ്ഞ് അദ്ദേഹം തന്നെ വിളിച്ചു പറയുന്നു രമേശിന്റെ പ്രൈവറ്റ് സെക്രട്ടറി പ്രശാന്ത് IAS ഓഫീസർ, അദ്ദേഹത്തിന് കോഴിക്കോട് കൊടുക്കാൻ ഉള്ള സാഹചര്യമുണ്ട്. ഡോക്ടർ മകനാണ്. അദ്ദേഹം നിങ്ങൾ ഒരു കാര്യം ചെയ്യും, എന്റെ ജില്ലയിലേക്ക് ഒരു കോട്ടയത്തേക്ക്. അപ്പൊ കോട്ടയത്തേക്ക് ഇങ്ങനെ ഓങ്ങി നിൽക്കുമ്പോഴാണ് കുറെ ദിവസം കഴിഞ്ഞ് എഗെയിൻ അദ്ദേഹം വിളിക്കും. അദ്ദേഹത്തിന്റെ PA നമ്മളുടെ ആർ കെ മുഖാന്തരം എന്നെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്ത് അവിടെ മാണി സാറ് പറഞ്ഞിട്ട് ഇന്നത്തെ യു ബി ജോസിന് അവിടെ പോസ്റ്റിംഗ് കൊടുക്കും. കോട്ടയം അദ്ദേഹം പറഞ്ഞുകൊണ്ട് ജോയിൻ ചെയ്യേണ്ടിയിട്ട് ഇന്ന് നാളെ പോസ്റ്റിംഗ് വരുന്നതാണ് എനിക്ക്. അപ്പൊ അതിന് പകരം എനിക്ക് കോട്ടയത്ത് UV ജോസിന് കൊടുക്കേണ്ടതിന് പകരം എന്നെ തൃശ്ശൂർ കളക്ടറായി തൃശ്ശൂരേക്ക് പോസ്റ്റിംഗ് ചെയ്തപ്പോൾ ഇന്നത്തെ PJ ജോസഫ് സാറും ഇന്നത്തെ മിനിസ്റ്റർ റോഷി അഗസ്റ്റിൻ സാറും എന്നെ നിർബന്ധിച്ച് പെട്ടിയെടുത്തു, ADM-ന് ചാർജ് കൊടുത്തു. ഞാൻ ഇടുക്കിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴേ നിങ്ങളോട് അന്ന് ഇപ്പോഴും റോഷി അഗസ്റ്റിൻ സാർ എൻ്റെ പുറത്ത് വെട്ടി പറഞ്ഞ് ഇപ്പോഴും ഓർമ്മയുണ്ട്. വേറെ ഒന്നും കൊണ്ടുമല്ല, നിങ്ങളോട് ഒരു ബ്രദർലി അപ്രോച്ച്, ആ ഫ്രേറ്റേണിറ്റി എനിക്കുണ്ട്. നിങ്ങൾ പോയല്ല, കുറച്ച് നാൾ ഇവിടെ നിൽക്കണം. ഞാൻ പെട്ടിയും എടുത്തിട്ട് അതേ മലയിറങ്ങി തൊടുപുടി എത്തിയ ഞാൻ മുകളിലേക്ക് കയറിയിട്ട് എങ്ങനെ പോയി, ഇടുക്കിയിലേക്ക് തന്നെ പോയി. പോസ്റ്റിംഗ് തൃശ്ശൂർ തന്നു. അപ്പോൾ തൃശ്ശൂർ ആളെ പോസ്റ്റിംഗ് ഞാൻ വരുന്നില്ല. അപ്പോൾ ജയ എന്ന് പറഞ്ഞ IAS ഓഫീസർ കളക്ടറായി പോസ്റ്റ് ചെയ്യുന്നു. ഞാൻ 5-6 മാസം എഗെയിൻ അവിടെ തൃശ്ശൂർ ഇടുക്കി. ആ സമയത്താണ് മുല്ലപ്പെരിയാർ ലാസ്റ്റ് പൊട്ടുമെന്ന് പറഞ്ഞ പ്രതീതി ഉണ്ടാക്കിയിട്ട് സമരങ്ങളും അതൊക്കെ വരുന്നത്. അപ്പോൾ അത് സിറ്റുവേഷൻ, ആ ക്രൈസിസ് മാനേജ് ചെയ്തു. വളരെ വലിയ ക്രൈസിസ്. അതിനുശേഷം എനിക്ക് നിങ്ങൾ തൃശ്ശൂർ പോയിക്കൊന്നു. തൃശ്ശൂരേക്ക് വന്നിട്ട് തൃശ്ശൂർ ഇരിക്കുമ്പോൾ പുറ്റിങ്ങൽ ദുരന്തം ഉണ്ടാകും. അവിടെ പൂരം നടത്താൻ പറ്റില്ല. ഇപ്പോഴും പേപ്പറിലൊക്കെ ആ സമയത്ത് പൂരം നടത്താൻ പറ്റാതെ പൂരം ഉണ്ടാക്കിയെടുത്ത് നല്ലൊരു അഫിഡവിറ്റ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പാകെ കൊണ്ടുവന്നിട്ടാണ്. ഈ വെടിക്കെട്ട് പുരയുടെ താക്കോല് സാധാരണ ഈ പൊട്ടിക്കുന്നവരെ തന്നെ സൂക്ഷിക്കുക, അതിന് പകരം തഹസിൽദാറെ ഏൽപ്പിക്കുന്നു പറഞ്ഞിട്ട് ഇത്ര മാത്രമേ പൊട്ടിക്കാൻ പാടുള്ളൂ. തഹസിൽദാറെ ഏൽപ്പിച്ചു ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ അഫിഡവിറ്റ് കൊടുത്തു. പല ചർച്ചകളൊക്കെ നടത്തി. ആ ചർച്ചകളുടെയൊക്കെ ഫലമായിട്ട് ഹൈക്കോടതി അന്ന് അത്രമാത്രം അന്ന് പൂരം നടക്കില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. പൂരം നടത്താനില്ല. ഇപ്പോഴും ഞാനാണ് കളക്ടർ എന്നും ഞാൻ ഇങ്ങനെയൊരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുത്തത് ഞാനാണ്. അതുകൊണ്ടാണ് അവിടെ പൂരം നടക്കുന്നത്. അന്ന് പൂരം നടന്നു. അത് കഴിഞ്ഞാണോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക്? അത് കഴിഞ്ഞ് തൃശ്ശൂർ സ്വാഭാവികമായിട്ട് ഭരണമാറ്റം ഉണ്ടായി. ഇലക്ഷൻ നടത്തി. ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ തിരുവനന്തപുരത്തേക്ക് മാറ്റം ഉണ്ടായി. പഞ്ചായത്ത് ഡയറക്ടറായിട്ട്. അപ്പോഴാണ് പത്മനാഭസ്വാമി ക്ഷേത്രം പഞ്ചായത്ത് ഡയറക്ടറായിരിക്കുമ്പോൾ എനിക്ക് സുപ്രീം കോടതി എൻ്റെ ദേവസ്വം എക്സ്പീരിയൻസ് എല്ലാം ഉള്ള ഒരു IAS ഓഫീസർ, ബെസ്റ്റ് IAS ഓഫീസറാണ്. ഇന്റഗ്രിറ്റി സുപ്രീം കോടതി ഇതൊക്കെ നോക്കിയിട്ട് പോസ്റ്റിംഗ് എന്നെ പരിഗണിച്ചു. അങ്ങനെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എക്സിക്യൂട്ടീവ് എത്ര 3 വർഷം 3.5 വർഷം. അമൂല്യങ്ങൾ എത്ര കോടിയുടെ ആസ്തി ഉണ്ടാവുക ഏല് മാത്രം? അന്നെ പറഞ്ഞിരിക്കുന്ന 1,20,000 കോടി. ബിയില് തുറക്കാൻ പറ്റിയിട്ടില്ല, തുറന്നിട്ടില്ല. പിന്നെ മറ്റ് അനുബന്ധമായിട്ടുള്ള നിലവറകളൊക്കെ തുറന്നു. അതിൽ പൂജക്ക് എടുക്കുന്ന സ്വർണ്ണപാത്രങ്ങളൊക്കെ വില കൂടിയാണ്. എന്നാലും കോടാനുകോടി രൂപയുടെ സ്വത്തുക്കൾ ഇന്നും അതിന്റെ ഉള്ളിലുണ്ട്, അമൂല്യങ്ങളായ രത്നങ്ങൾ ഉൾപ്പെടെ. നമ്മൾ ഇനിയും ഫുള്ളായിട്ട് എണ്ണി തിട്ടപ്പെടുത്തിയിട്ടില്ല. ഇല്ല. അന്ന് ഹരിപാൽ സാർ ഇപ്പോഴത്തെ ഹൈക്കോടതി ജഡ്ജി CIT മെമ്പറാണ്. അദ്ദേഹത്തിന്റെ കൂടെ നിലവറയിൽ ഇറങ്ങാൻ ആരും ഇറങ്ങാൻ ധൈര്യപ്പെടില്ല. ഇത്രമാത്രമുള്ള ഒരു ആസ്തിയിൽ ഇറങ്ങിയിട്ട് എന്തെങ്കിലും ഒരു സ്വർണം ദേഹത്തോ മറ്റോ പറ്റിപ്പോയിട്ടുണ്ടോ അക്കൗണ്ടബിലിറ്റിയെ ബാധിക്കും. എല്ലാവർക്കും ഇറങ്ങാൻ പേടിയാണ്. എഗെയിൻ പരിശോധിക്കാൻ പേടിയാണ്. ഏതെങ്കിലും പ്രത്യേക വസ്ത്രമൊക്കെ ധരിച്ചാണോ ഇറങ്ങിയത്? അപ്പൊ പ്രത്യേക അതിനകത്ത് പോകുമ്പോഴും തോർത്തും ഇതൊക്കെ പറ്റും. അപ്പൊ പാൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലൊക്കെ ആളുകൾ എടുത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടല്ല, ഇതിന്റെ അക്കൗണ്ടബിലിറ്റി കൊണ്ട് റിസ്ക് എലിമെന്റ് വന്നു ചേരുന്നോണ്ട് അല്ലെ ആരോപണം വന്നു ചേരുന്നോണ്ട് ആർക്കും തോർക്കാനോ പരിശോധിക്കാനോ. സ്വഭാവം കൂടി പറഞ്ഞ് നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. നിലവറയുടെ സ്വഭാവം എന്ന് പറയുന്നത് ചിത്രങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, പത്രക്കാരെ ആരും എടുത്തിട്ടില്ല, നിങ്ങൾ മാത്രമാണ് ചിത്രമുണ്ട്. അത് വളരെ രഹസ്യമായിട്ട് വളരെ സെക്യൂരിറ്റി ആയിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. എന്താണ് അതിന്റെ ഒരു സ്വഭാവം? നിലവറയുടെ സ്വഭാവം എന്ന് പറയുന്നത് മരത്തിനെ കൊണ്ട്, കരിങ്കൽ കൊണ്ട്, ഇതിനെ കൊണ്ടുള്ള ഭിത്തിയാണ്. ഇതിനൊക്കെ സ്വർണ്ണ ആഭരണങ്ങളുടെ വലുപ്പത്തിനനുസരിച്ചിട്ടൊക്കെയാണ് പലതും ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പല ആംഗിളിലൊക്കെ ആയിട്ട് അതിന്റെ ഉള്ളിൽ വലിയ അന്നത്തെ ഏറ്റവും ഉറപ്പുള്ള മരം
ആണ് സ്വാഭാവികമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. വർഷാവർഷം അതിന് പഴക്കം സംഭവിച്ച് അത് ദ്രവിച്ച് പോയിരിക്കുകയാണ്. ആ ദ്രവിച്ച് പോയത് എടുത്ത് മാറ്റിയിട്ടാണ് ഇപ്പം ഗോദ്രേജിന്റെ വലിയ ആ അൾമാരിയുടെ തിക്നെസ് തന്നെ ഏകദേശം 50 സെന്റിമീറ്ററോളം ഉള്ള തിക്നെസ് ആണ്. 30 to 50 സെന്റിമീറ്ററോളം ഏകദേശം ഉള്ള തിക്നെസ് ഉപയോഗിച്ചിട്ടാണ് അത് എന്റെ സമയത്ത് ഉണ്ടാക്കിയതല്ല. എന്നെ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് നിയമിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ വാല്യുവേഷൻ ഇൻവെന്ററൈസേഷന് വേണ്ടിയിട്ട് വേറൊരു കമ്മിറ്റി സമാനമായ അറകൾ നിർമ്മിച്ചിട്ട് അതിനുള്ള മാത്രമേ തുറന്നിട്ടുള്ളൂ. ചെറിയ പ്രധാനപ്പെട്ട അറ ബി നിലവറ പലവരും പലതും പറയുന്നുണ്ട്. എന്താ അതിന്റെ കഥ? നിങ്ങൾ കേട്ട കഥകൾ എന്താണ്? കേട്ട കഥകള് കൊട്ടാരത്തിലെ ഇപ്പോഴത്തെ ആൾക്കാരുടെ ഇടയിൽ നിന്ന് കൊട്ടാരം ആദിത്യവർമ്മയൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന്റെ അടുക്ക എന്ന് കേൾക്കുന്നത് പറയുന്നത് അന്ന് വെള്ളിക്കായിരുന്നു അമൂല്യമായ വില, സ്വർണത്തിനേക്കാൾ വെള്ളി പാത്രങ്ങളും വെള്ളി കട്ടികളുമാണ് അതിലുള്ളത്. സാമന്തരാജ സ്വർണ്ണക്കട്ടികൾ ഉണ്ടായിരുന്നോ? നിങ്ങൾ നോക്കിയാൽ സ്വർണ്ണക്കട്ടികൾ സ്വർണ്ണ രത്നങ്ങള് വിവിധങ്ങളായിട്ടുള്ള രത്നങ്ങളും പുഷ്യരാഗും 1,20,000 കോടിയുടെയാണ് ഒരു സ്ഥലത്ത്. അതിലുള്ള ശരപ്പളിമാല എന്ന് പറയുന്നത് ഭഗവാന്റെ 18 അടിയാണ്. അതേ വലുപ്പത്തിലുള്ള ശരപ്പളിമാല തൊടാനും അതിന്റെ മാറ്റു പരിശോധിക്കാനും എന്റെ ഇനീഷ്യേറ്റീവില് ഇറങ്ങാൻ ജഡ്ജിന് അദ്ദേഹത്തിന് ഈ അക്കൗണ്ടബിലിറ്റിയുടെ ഇഷ്യൂയിലൂടെ അത് പിന്നെയാകാം എല്ലാ മാസവും പരിശോധിക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് അല്ലെ ഇന്ററിം ഓർഡറിൽ. നമുക്ക് ഈ രതീഷിലേക്ക് വീണ്ടും ഒന്ന് കടന്നു ചെല്ലാം. താങ്കൾ അവിടുന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ആ പോസ്റ്റിൽ നിന്ന് 3 വർഷം അല്ലേ? 3 വർഷം 3 മാസം. അതിനുശേഷം പിന്നെ താങ്കൾ ഏത് പോസ്റ്റിലേക്കാണ് പോകുന്നത്? ഞാൻ സുപ്രീം കോടതിയുടെ അനുമതിയോടുകൂടി ഗവൺമെന്റിലേക്ക് തിരിച്ചു വന്നു. ഹെൽത്ത് സെക്രട്ടറി പോസ്റ്റിലേക്ക് അങ്ങനെയാണ് വിരമിക്കുന്നത്. ഏത് ഇയറിലാണ് റിട്ടയർ? 2021. ഈ 21 ശേഷം പിന്നെ 21 ശേഷം ഞാൻ ഇനി സർക്കാർ സർവീസ് എല്ലാം മതിയാക്കി. കാരണം സർക്കാർ സർവീസിന്റെ നൂലാമാനുകൾ ശരിയായിട്ട് അനുഭവിച്ചാണ്. കാരണം അതിലെ തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ എനിക്കറിയാം. എന്തെങ്കിലും ജനങ്ങൾക്ക് സർക്കാർ സർവീസ് അല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുമെന്ന് കരുതിയിട്ട് ഞാൻ സോഷ്യൽ വർക്കിലേക്ക് നീങ്ങാമെന്ന് കരുതി. കുറച്ച് കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. വീട് പണി പോലും പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു നാട്ടില്, കാരണം ഔദ്യോഗിക തിരക്കുകൾക്കിടയിൽ. അപ്പൊ വീട് പണി പൂർത്തിയാക്കി ഞാനൊരു സോഷ്യൽ വർക്കിലേക്ക് ട്രൈബൽസിന്റെ, പ്രത്യേകിച്ചിട്ടും വയനാട് കർണാടക കൂർഗിന്റെ ബോർഡറിലുള്ള ആദിവാസി സമൂഹങ്ങളെ ലക്ഷ്യമിട്ടുള്ള എപ്പോഴാണ് റെയ്ക്കോ എന്ന ഒരു ആശയം മനസ്സിലാക്കി? അപ്പൊ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുടുംബപരമായിട്ടുള്ള ആവശ്യങ്ങൾ കൊണ്ട് നാട്ടിലേക്ക് എനിക്ക് കുറച്ച് മാറി നിൽക്കേണ്ടി വന്നു. അപ്പോൾ എന്നെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടോ അല്ലെ മനസ്സിലാക്കിയിട്ടോ ഇന്നത്തെ റെഡ്കോയുടെ ചെയർമാൻ ശ്രീ സുരേന്ദ്രൻ, അദ്ദേഹം എന്നെ വിളിക്കുന്നു. അപ്പോൾ വിളിച്ചിട്ട് അദ്ദേഹം 2-3 പ്രാവശ്യം വിളിച്ചായിരുന്നു. ഇങ്ങനെ എനിക്ക് പോകണം എന്നൊന്നും ആദ്യം തീരുമാനിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞപ്പോഴും ഞാൻ ഒരു അപേക്ഷ പോലും കൊടുക്കാതെ അദ്ദേഹം എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്തു. ഞാൻ ഒരു മനസ്സോടെ നോ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. എനിക്ക് പോകണമെന്ന് ആഗ്രഹമില്ലായിരുന്നു. എന്താണ് റെയ്ഡ്കോ? ഇപ്പോഴത്തെ അതിൻ്റെ CEO എന്ന നിലക്ക് താങ്കൾ വിവക്ഷിക്കുന്നത്, താങ്കളുടെ റെയ്ഡ്കോ എന്നാൽ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു, എന്തൊക്കെയാണ് അതിൻ്റെ? റെയ്ഡ്കോ ഇപ്പം 52 കൊല്ലമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് അത് ഒറിജിനലായിട്ട് അഗ്രികൾച്ചറൽ മെഷീനറി, മോഡേണൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, കാർഷിക മേഖലയിലെ വൈവിധ്യവൽക്കരണമാണ് ലക്ഷ്യം. ആരാണ് ഇത് സ്ഥാപിച്ചത്? അന്ന് കുഞ്ഞിരാമൻ നമ്പ്യാർ എന്ന് പറയുന്ന പഴയ ഉദ്ദുമായ MLA ഒക്കെ ഉണ്ടല്ലോ, അദ്ദേഹമാണ് ഇതിന്റെ സ്ഥാപകൻ. അന്ന് ഇതിനെ പ്രവർത്തിച്ച ആദ്യത്തെ ചെയർമാനും അദ്ദേഹമായിരുന്നു. അപ്പൊ പിന്നീട് റെയ്ഡ്കോ പല വൈവിധ്യവൽക്കരണത്തിലേക്ക് കൂടി പോയിട്ടുണ്ട്. കറി പൗഡർ ഫുഡ് പ്രോസസ്സിങ്ങിലേക്ക് കൂടി പോയിട്ടുണ്ട്. മാവിലായി വലിയൊരു ഫാക്ടറി യൂണിറ്റ് ഉണ്ട്. കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ മെഷീനറീസ് ടൂൾസ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ഉണ്ട്. ഇങ്ങനെ പല പ്രദേശങ്ങളിലായിട്ട് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നു. എത്ര യൂണിറ്റുകൾ മൊത്തം റെയ്ഡ്കോയുടെ പ്രവർത്തിക്കുന്നു? 5ഓളം യൂണിറ്റുകൾ. നിങ്ങളുടെ മാസ് ഏറ്റവും ജനപ്രിയ ബ്രാൻഡുകൾ ഏതൊക്കെയാണ്? റെയ്ഡ്കോന്റെ ഏറ്റവും ജനപ്രിയ പ്രൊഡക്റ്റുകൾ? ജനപ്രിയ ബ്രാൻഡ് എന്ന് പറയുന്നത് ഇന്ന് റെയ്ഡ്കോ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ പറയുകയാണെങ്കിൽ ഇന്ന് കറി പൗഡർ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. അതിൽ ആട്ടാപ്പൊടി ഉണ്ടാക്കുന്നുണ്ട്. കറി പൗഡർ വ്യത്യസ്തങ്ങളായിട്ടുള്ള 92ഓളം ഉൽപ്പന്നങ്ങൾ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അത് സിവിൽ സപ്ലൈസിന്റെ പ്രധാനപ്പെട്ട കിറ്റുകൾ പോലും വിതരണം ചെയ്യുന്ന ശബരി എന്ന് പറഞ്ഞ ബ്രാൻഡുകളിൽ വിതരണം ചെയ്യുന്നത് പലപ്പോഴും മാനുഫാക്ചേർഡ് അറ്റ് മാവിലായി എന്ന് കാണാം. അത് ആരും വായിക്കില്ല, ശബരിനെ വായിക്കും. അത് റെയ്ഡ്കോയുടെ ഉൽപ്പന്നമാണെന്ന് പലപ്പോഴും പല ബ്രാൻഡിലും എത്തുന്നുണ്ട്. റെയ്ഡ്കോയുടെ ഉൽപ്പന്നങ്ങൾ റീച്ച് നന്നായിട്ടുണ്ട്. എസ്പെഷ്യലി സപ്ലൈകോ അതിന് നല്ലൊരു സപ്പോർട്ട്. എത്ര തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്? തൊഴിലാളികളെ 100 തൊഴിലാളികളോളം 100 തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. ഏറ്റവും യന്ത്രവൽക്കരണം എന്തൊക്കെയാണ്? യന്ത്രങ്ങൾ എന്തൊക്കെയാണ്? യന്ത്രങ്ങളെ പ്രധാന പമ്പ് സെറ്റുകൾ ആയിരുന്നു നേരത്തെ. അതിന് സ്വാഭാവികമായിട്ടും ഒരു സാച്ചുറേഷൻ ഉണ്ടാകും.
ഓരോ വർഷങ്ങളുണ്ടാവില്ല. ഇന്ന് പലപ്പോഴും ഫ്രാഗ്മെന്റഡ് ഹോൾഡിങ്ങുകളാണ്. പലപ്പോഴും കർഷകരെ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ലേബറേഴ്സിനെ കിട്ടാത്ത ഒരു അവസ്ഥയുണ്ട്. അതിന്റെ മെക്കനൈസേഷന് വേണ്ടിയിട്ട് മെഷീനറീസ് ധാരാളം ഇറങ്ങി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഫോറിൻ ഇമ്പോർട്ടഡ് മെഷീനറീസ്, ബ്രഷ് കട്ടർ അല്ലെങ്കിൽ ഉഴുത് മറിക്കാനുള്ള ചില ചെറിയ ടൂൾസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള മെഷീനറിയിലാണ് ഇപ്പോൾ റെയ്ഡ്കോ ഉന്നം വെക്കുന്നത്. അത്തരത്തിലുള്ള താങ്കൾ CEO ആയതിനു ശേഷം റെയ്ഡ്കോയുടെ ഒരു മുന്നേറ്റത്തിന് താങ്കൾ വിഭാവനം ചെയ്തിട്ടുള്ള പദ്ധതികൾ എന്തൊക്കെയാണ്? താങ്കളാണെങ്കിൽ അത്രയും ജീവിതാനുഭവങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ താങ്കൾക്ക്, എന്തൊക്കെയാണ്? അപ്പൊ ഇന്നത്തെ കമ്മിറ്റി ഞാൻ അടുത്തിടെയാണ് ജോയിൻ ചെയ്തത്. 4 മാസം ആകുന്നേ ഉള്ളൂ, 4 മാസം ആയിട്ടേ ഉള്ളൂ. അപ്പം അതില് പ്രധാനപ്പെട്ട ഇവിടെ ഒരു ഫിനാൻഷ്യൽ ആയിട്ട് നമുക്ക് ഗവൺമെന്റിൽ നിന്നും ഗ്രാന്റ് ഒന്നും കിട്ടുന്നില്ല. ഡെപ്പോസിറ്റും അതുപോലെ ലോണൊക്കെ മൊബിലൈസ് ചെയ്തിട്ടാണ് പ്രവർത്തനങ്ങൾ. പിന്നെ നേരത്തെ ഉണ്ടാക്കിയ സർപ്ലസ് മണിയൊക്കെ പലപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് കാണുന്ന കുറേ അസറ്റുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. മോഡേണൈസേഷൻ കറി പൗഡർ യൂണിറ്റ് തന്നെ 2017 ടോട്ടലി മോഡേണൈസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഉണ്ടാക്കിയ പണം അല്ലെങ്കിൽ ആ സമ്പത്ത് ഇതിനൊക്കെയുള്ള ഒന്നും കൂടി അസറ്റ് ഗ്രൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വർക്കിംഗ് ക്യാപിറ്റലിന്റെ അഭാവം നന്നായിട്ട് ഉണ്ട്. പലപ്പോഴും എന്താണ് അതിനെ പരിഹരിക്കാൻ ഞാൻ ബോർഡിന് മുമ്പാകെ ബഹുമാന്യമായിട്ടുള്ള ചെയർമാന് മുമ്പാകെ ഒക്കെ ഒരു പ്രപ്പോസൽസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ധാരാളം പേര് തൊഴിലില്ലാത്തവരായിട്ട് കഴിയുന്നുണ്ട്. അവർക്ക് ഒരു തൊഴിൽ കൊടുത്തുകൊണ്ട് റെയ്ഡ്കോ എന്നുള്ള ബ്രാൻഡ് നെയിമിന്റെ ആ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടുള്ള യുവാക്കളെ അല്ലെ യുവതികളെ നമുക്ക് തൊഴിൽ വേണ്ടുന്നവരെ രംഗത്ത് കൊണ്ടുവരിക എന്നാണ് പ്രധാനം. അപ്പോൾ അതിനുള്ള പദ്ധതികളായിട്ടാണ് ചെറിയ ലഘു സംരംഭങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു വിശദമായ പദ്ധതി തയ്യാറാക്കി വരികയാണ്. കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് റെയ്ഡ്കോയെ ലഘു സംരംഭങ്ങൾ ഉണ്ടാക്കുക, ഇത്തരത്തിലുള്ളവരും കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇവരെ ടോട്ടലി റെയ്ഡ്കോയുടെ അംബ്രല്ലയിൽ അവരെ കൊണ്ടുവന്ന് ഒരു വിപുലമായ ഒരു പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷനോട് കൂടിയിട്ടുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. ഇപ്പോൾ താങ്കൾ ഔദ്യോഗിക ജീവിതം പറഞ്ഞു, താങ്കളുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ജീവിത പങ്കാളി ഉണ്ടാവും. ജീവിത പങ്കാളി ആരാണ്, പേരെന്താണ്, എവിടെ നിന്ന് കണ്ടെത്തി? ലിനിയ എന്ന് പറയുന്ന അവരാണ് അഗ്രികൾച്ചർ ഓഫീസറാണ്. ഇപ്പോൾ സോയിൽ കൺസർവേഷനിൽ വർക്ക് ചെയ്യുന്നത്. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? അവര് തലശ്ശേരി സോയിൽ കൺസർവേഷൻ. അവരെവിടെയാണ് വീട്? അവര് മാഹി പള്ളൂർ. എങ്ങനെയാണ് അറേഞ്ച്ഡ് മാരേജ് ആണോ? അറേഞ്ച്ഡ് മാരേജ്. മാതാപിതാക്കൾ കണ്ടെത്തി. കുട്ടികൾ മാരേജ് ആയിരുന്നു. ലേറ്റ് പ്രജനി എന്ന് പറയാം. കുട്ടികൾ ഒരാൾ പഠിച്ചുകൊണ്ട്. എന്താണ് പേര്? അത് റിഹാൻ കാർത്തിക്. റിഹാൻ ഒരാളാണുള്ളത്. എന്താ ചെയ്യുന്നത്? അവന് ചിന്മയ മിഷനിൽ പഠിക്കുകയാണ്. ചിന്മയ മിഷൻ എത്രാം ക്ലാസ്സിൽ? 5ാം ക്ലാസ്. അപ്പോൾ വൈകിയാണ് വിവാഹ ജീവിതം തുടങ്ങുന്നത്. താങ്കളുടെ ഈ ഇത്രയും കാലത്തെ ഔദ്യോഗിക ജീവിതത്തിൽ താങ്കൾ കണ്ട കരുത്തുറ്റ നമുക്ക് മാതൃകയാക്കുക. ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കളെ കുറിച്ച് നമ്മൾ പലതും കേൾക്കാറുണ്ട്. പലപ്പോഴും രാഷ്ട്രീയത്തോട് ജനങ്ങൾക്ക് പുച്ഛം തോന്നുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു, പുതിയ തലമുറക്ക്. എന്നാൽ താങ്കളുടെ മനസ്സിൽ താങ്കൾ കടന്നു പോകുന്നു ഒത്തിരി രാഷ്ട്രീയക്കാർ താങ്കളുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. ഇടത് വലത് മുന്നണികൾ, അവരാണല്ലോ കേരളം ഭരിച്ചിരുന്നത്. താങ്കളുടെ മനസ്സിൽ ഏറ്റവും കഴിവുള്ള, കേരളത്തെ നയിക്കാൻ പറ്റുന്ന റോൾ മോഡലായി മാറിയ പൊളിറ്റീഷ്യൻസ് ആരാണ്? പൊളിറ്റീഷ്യൻസ് ഒരേപോലെ തന്നെ പ്രാധാന്യം കൊടുക്കാൻ പറ്റിയ 2-3 പൊളിറ്റീഷ്യൻസ് അവരെ പേര് പറയും. എനിക്ക് ഇന്നത്തെ ശ്രീ പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ സിംഗിൾ ലൈൻ അഡ്മിനിസ്ട്രേഷൻ ഏറ്റവും പ്രധാനം. അഡ്മിനിസ്ട്രേഷൻ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എസ്പെഷ്യലി ഒരു നൂല് പോലെ കോർത്തിണക്കാൻ കഴിയും. കമാൻഡ്, സിംഗിൾ കമാൻഡ് എന്ന് പറയും. അത് കഴിയുന്ന ഏറ്റവും പ്രഗത്ഭനായ ഒരു ഭരണാധികാരി, എന്നത് ഇച്ഛാശക്തിയുള്ള കരുത്തുള്ള ഒരു ഭരണാധികാരി. ഉമ്മൻചാണ്ടി സാറും ഇതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ജനങ്ങളുടെ ഹൃദയത്തെ തൊട്ടുകൊണ്ട്, ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട്, ഓരോ ആളെയും സാമീപ്യം ആഗ്രഹിച്ചുകൊണ്ട്, അല്ലെ സമീപത്ത് വന്നുകൊണ്ട് അദ്ദേഹത്തിന് അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ സമയാസമയത്തിൽ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. താങ്കളുടെ ജീവിതത്തിൽ താങ്കളെ ഈ ഉപദ്രവിക്കുന്ന രാഷ്ട്രീയക്കാർ ഉപദ്രവിച്ചിട്ടുണ്ടാവുമല്ലോ, ആ ഉപദ്രവിച്ചവരുടെ ഒരു മനോനിലയും അവരുടെ ഒരു രീതികളും, അവരെയൊക്കെ പേര് പറയാൻ ചിലപ്പോൾ താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അത് പൊതുവെ നിങ്ങൾ പറയുമെന്ന് എനിക്കറിയില്ല, പറഞ്ഞാൽ നല്ലത്, ജനങ്ങൾ അറിയുന്നത് നല്ലതാണ്. എങ്ങനെയാണ് അതിനകത്തുള്ള താങ്കളുടെ ഒരു അഭിപ്രായം? അങ്ങനെ ഉപദ്രവിച്ചു എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ ഉൾക്കൊള്ളുന്നില്ല. ഉപദ്രവിച്ചതല്ല, ആ സിറ്റുവേഷൻ, അവരെ സംബന്ധിച്ച് ആ സിറ്റുവേഷൻ അങ്ങനെയാണ്. സ്വാഭാവികമായിട്ട് ഒന്നും ചെയ്യാനില്ല. കാരണം ഒരു പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്ന് പറയും. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന് കാര്യനിർവഹണത്തിന് ഉള്ള ഒരു ഉപാധി മാത്രമാണ് പെർമനന്റ് എക്സിക്യൂട്ടീവ്.
അപ്പോൾ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. എപ്പോഴെങ്കിലും താങ്കളുടെ ഈ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കിടയിൽ ഒരു IAS-കാരനേക്കാൾ നല്ലത് ഞാനൊരു രാഷ്ട്രീയക്കാരനാകുന്നതായിരുന്നു എന്നെപ്പോഴും തോന്നിയിട്ടുണ്ടോ? കാരണം നിങ്ങൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ച് വളരെ സാഹസപ്പെട്ടാണ് സിവിൽ സർവീസിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു ശ്രേണിയിലെത്തുന്നത്. 20 വർഷം, 2 പതിറ്റാണ്ട് കാലം. അപ്പോൾ താങ്കളെ ഭരിക്കാൻ വരുന്ന പലരും ചിലപ്പോൾ 4ാം ക്ലാസ്സും കുസ്തിയായിരിക്കും. അപ്പോൾ അന്നേരം മനസ്സിൽ എപ്പോഴും തോന്നിയിട്ട് ഇവൻ്റെയൊക്കെ കീഴിൽ പണിയെടുക്കുന്നതിനേക്കാൾ നല്ലത് രാഷ്ട്രീയത്തിൽ ഇതുപോലെ IAS-കാരെ ഭരിക്കലായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്? ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം രാഷ്ട്രീയക്കാരൻ ഇതേ ദുര്യോഗം, ഉദ്യോഗസ്ഥൻ അനുഭവിക്കുന്ന ദുര്യോഗം മറ്റു രൂപത്തിൽ അവരും അനുഭവിക്കും. എങ്ങനെയാണത്? അവരുടെ ബോസസ് ഉണ്ടാകും. അവർ പല കാര്യങ്ങളിലും കോർത്തിണക്കിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഒരാളെ ഒരു ഇര, നമ്മളെ ഒരു ഇരയാണെന്ന് കരുതിക്കോളൂ, നമ്മളെ ഒരു സബോർഡിനേറ്റ് ആണെന്ന് കരുതിക്കോളൂ, നമ്മളെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന അവരെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന വേറൊരു സംവിധാനം അത് അങ്ങനെ കാണുന്നുള്ളൂ. ഈ 35 വർഷം, 15 വർഷം, അതിനുശേഷം 20 വർഷം IAS-കാരൻ എന്ന നിലക്കുള്ള ജീവിതം താങ്കൾക്ക് നൽകുന്ന പാഠം എന്താണ്? അത് എങ്ങനെ നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയാൻ പറ്റും? എല്ലാ ജോലിക്കും മഹത്വമുണ്ട് എന്ന് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. IAS-കാരൻ്റെതായിട്ടുള്ള വഴിയിലേക്ക് കൂടി ജനങ്ങളെ സഹായിക്കാൻ പറ്റും. നമ്മൾ ഒരിക്കലും ഒരു നിശ്ചിത ജോലിയിൽ എത്തിക്കൊണ്ട് ജനങ്ങളെ സഹായിക്കാൻ പറ്റുമെന്നൊക്കെ കരുതേണ്ടതില്ല. നമ്മൾ ആരൊക്കെയായിട്ടാണോ ഇന്ററാക്ട് ചെയ്യുന്നത് അവർക്ക് പരമാവധി കൊടുക്കാനുള്ളത് ഒരു സന്മനസ് കാണിക്കുക. നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റാം, ഇങ്ങോട്ട് കിട്ടാനുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കരുത്. അവർക്ക് കൊടുക്കാൻ, അത് ഒരു IAS-കാരനായി കഴിഞ്ഞാലും ഒരു പൊളിറ്റിക്കൽ നേതാവായി കഴിഞ്ഞാലും അവർക്ക് എന്ത് നമുക്ക് കൊടുക്കാൻ കഴിയും അത് കൊടുത്തുകൊണ്ടിരിക്കുക. കർമ്മം ചെയ്യുക എന്നതാണ് ഏറ്റവും പരമപ്രധാനം. യെസ്. അപ്പോൾ നമ്മുടെ സമയം തീരുകയാണ്. വി രതീശൻ നമുക്ക് തന്ന ഈ അഭിമുഖത്തിൽ പുതിയ തലമുറക്ക് പഠിക്കേണ്ട പല പാഠങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം ഇപ്പോൾ അവസാനം പറഞ്ഞൊരു പോയിന്റ്, നിങ്ങൾ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ എത്തിയിട്ട് ഞാൻ ജനങ്ങളെ അങ്ങ് സേവിച്ചേക്കാം എന്ന് തീരുമാനിക്കേണ്ടതില്ല. നിങ്ങളിപ്പോൾ എങ്ങനെയാണോ ആ നിലയിൽ തന്നെ നിങ്ങൾക്ക് പൊതുജനങ്ങളെ അല്ലെങ്കിൽ നമ്മളുടെ സഹജീവികളെ നമുക്ക് സ്നേഹിക്കാനും അവരെ സേവിക്കാനും കഴിയുമെന്ന് അദ്ദേഹം നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. പിന്നെ നമ്മുടെ പല വലിയ വികസന പ്രവർത്തനങ്ങളുടെയും ചുക്കാൻ പിടിക്കാൻ ഈ മനുഷ്യൻ്റെ കരങ്ങളുണ്ടായിരുന്നു. മലബാറിലെ ടൂറിസം രംഗത്ത് ഭൂരഹിതർക്ക് 3 സെൻറ്റ് ഭൂമി കിട്ടുന്നതിൽ, അതുപോലെ ഇടുക്കിയിൽ 21,000 പേർക്ക് 12,000 പേർക്ക് പട്ടയം കൊടുക്കുന്നിടത്ത്, അങ്ങനെ സർവ്വ മേഖലകളിലും ഈ ഉദ്യോഗസ്ഥൻ്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്. പോയ മേഖലകളിലൊക്കെ കൃത്യമായി ജോലി ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് രാഷ്ട്രീയ നേതാക്കൾ, ചില ആളുകൾ ബ്രാൻഡ് ചെയ്യപ്പെടാറുണ്ട്. ചില ഉദ്യോഗസ്ഥരെ ഇടത് വന്നാലേ അവൻ രക്ഷയുള്ളൂ, അല്ലെങ്കിൽ വലത് വന്നാലേ അവൻ ക്രീം പോസ്റ്റിൽ വരും. പക്ഷേ വി രതീശൻ ഇടത് വലത് മുന്നണികളിലെ ജനപ്രിയ നേതാക്കൾ അദ്ദേഹത്തെ കയ്യിലെടുത്തിട്ടുണ്ട്. സുപ്രീം കോടതി വരെ അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ഈ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ നിഗൂഢതകൾ നിറഞ്ഞ അറകളിലേക്ക്, അവിടെ എന്താണ് ഇരിക്കുന്നതെന്ന് ദൈവത്തിനെ അറിയൂ, കാരണം അത് കണ്ട ആളുകളില്ല, അവിടെ ചെന്ന് അത് പരിശോധിക്കാൻ ഏതാണ്ട് ഇത്രയധികം കോടാനുകോടിയുടെ അമൂല്യരത്നങ്ങളെ കാണാൻ ഭാഗ്യം ലഭിച്ചു. അതുപോലെ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വിശ്വാസികളുടെ മനസ്സിൽ ഗുരുവായൂർ അമ്പലം എന്ന് പറഞ്ഞാൽ അതൊരു കുളിരാണ്, ഒരു പ്രാർത്ഥനയാണ്, ഒരു സ്നേഹമാണ്, ഒരു ഇഷ്ടമാണ്. അവിടെ പശ്ചാത്തല സ്വീകരിക്കുന്നത് അദ്ദേഹം ചെയ്ത് അങ്ങനെ ഒത്തിരി കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. ഇത് നമുക്ക് പഠിക്കേണ്ട ഒരു അധ്യായമാണ്. നമ്മൾ അറിയണം വി രതീശനെ, അദ്ദേഹം കടന്നു വന്ന വഴികളെ. 1/2 നൂറ്റാണ്ട് പിന്നിടുന്ന റെയ്ഡ്കോ എന്ന സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്കും അദ്ദേഹത്തിന് പദ്ധതികളുണ്ട്. അത് അദ്ദേഹം ബോർഡിന് മുന്നിൽ സമർപ്പിച്ചിരിക്കുകയാണ്. വരും നാളുകളിൽ റെയ്ഡ്കോയുടെ വളർച്ചയും കൂടുതൽ ഉയരങ്ങളിലേക്ക് റെയ്ഡ്കോ എത്തുന്നതും നമുക്ക് കാണാൻ സാധിക്കും. പ്രേക്ഷകർക്ക് ഈ എപ്പിസോഡ് ഒരു പഠനമാകട്ടെ, അറിയാനുള്ള ഒരവസരമാണ്. കാണുക. പ്രിയ പ്രേക്ഷകർക്കും ഒപ്പം വി രതീഷും സക്സസ് സ്റ്റോറിയുടെ നന്ദി, നമസ്കാരം.